വെൽക്കം മൈ വേൾഡ്. സോ ഗൈസ്, ഇപ്പം നമ്മൾ ഗ്രാൻഡ് ഫിനാലൊക്കെ അടുത്ത് കഴിഞ്ഞു. കൂടാതെ നമുക്ക് വ്യക്തമായ കഴിഞ്ഞ വീക്ക് നിങ്ങളെടുത്താൽ മനസ്സിലാവും, എല്ലാ യൂട്യൂബ് കലക്കി കുടിച്ച കുറേ കിഴങ്ങന്മാർ പറഞ്ഞത് ശരിയാവാത്തത്. അതിൻ്റെ അകത്ത് അതെന്ന് വെച്ചാൽ 24 മണിക്കൂർ ബിഗ് ബോസ് 24 ലൈവ് പെറ്റിട്ട് കിടക്കുന്ന യൂട്യൂബിനകത്ത് കുറേ അവന്മാരുണ്ട്. അവന്മാർ പറഞ്ഞത് ശരിയാവാത്തത്. AR ആകാശ് പറഞ്ഞത് ശരിയായിട്ടുണ്ട്. അവർ മാത്രമാണ് പുറത്തായത്. യാതൊരു കള്ളത്തിലോ വെള്ളമോ പാലോ ഒന്നും ചേർക്കാത്ത രീതിയിൽ സത്യസന്ധമായി പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് പിന്തുണ നേടിക്കൊണ്ടാണ് ആകാശിൻ്റെ ജയത്രയാത്ര തുടരുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കാം. നമുക്ക് നേരെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റിലേക്ക് പോകാം. വരൂ, നമുക്കതിൽ പോകും. പിന്നെ സോ ഗൈസ്, ഇവർ രണ്ടുപേരുടെ വോട്ടാണ് മറിഞ്ഞിരിക്കുന്നത് ഈ ആഴ്ച. വേറെ ആർക്കും പോയിക്കണത്, അഭിഷേകിന് പോയിക്കണത് ഇവർ രണ്ടുപേരെ വോട്ടാണ്. കാര്യം സിജോയ്ക്ക് ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. ജിൻഡോയ്ക്ക് ഫാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട്. അത് കേരളക്കരയാകെ കോളിളക്കം സൃഷ്ടിച്ചൊരു ഫാൻ ബേസാണ് ജിൻഡോയ്ക്ക്. കാര്യം വോട്ടിങ്ങിൽ നമ്മൾ എപ്പോൾ നോക്കിയാലും ജിൻഡോയുടെ വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭൂരിപക്ഷം ഇപ്പം നോക്കുമ്പോൾ 50 ലക്ഷമാണ് ജിൻഡോയ്ക്ക് വരുന്നത്. അയ്യോ 50 ലക്ഷമല്ലല്ലോ. 50 ലക്ഷത്തിൽ ഫ്ലാറ്റ് ജിൻഡോയ്ക്ക് സ്വന്തം. ഞാൻ ഉദ്ദേശിച്ചൊരു 10 ലക്ഷമൊക്കെ വോട്ടൊക്കെ ജിൻഡോയ്ക്ക് വരാറുണ്ട്. സോ ഈ സാധാരണ ഞാൻ പറഞ്ഞത്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ജിൻഡോയുടെ വോട്ട് മൊത്തം മറിഞ്ഞിട്ട് വേറെ ആക്കുമല്ല, അഭിഷേകിനാണ് മറിഞ്ഞിട്ടുള്ളത്. ഈ വോട്ട് കൊണ്ട് അഭിഷേകിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് മാത്രം അഭിഷേകിന് ഗുണമുണ്ട്. അല്ലാതെ ഇതൊരു ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിപ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ പറ്റും, ഇത് ടെമ്പററിയാണ്, പെർമനൻ്റ് അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ഇത് പെർമനൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. കൂടാതെ നമുക്ക് നേരെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. കൂടാതെ നമുക്ക് ചിന്തിക്കേണ്ടല്ല, പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയക്കകത്ത് ഒരുപാട് സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. കാര്യം എല്ലാ സീസണിലും ഉണ്ടാകുന്ന കാര്യമാണ്. ഈ ഫൈനലിലോട്ട് അടുക്കുമ്പോഴത്തേക്കും ഈ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് വെളിയിൽ നല്ല ചർച്ചയുണ്ടാകും. കാര്യം അവർക്ക് നെഗറ്റീവ് എങ്ങനെ ബാധിക്കാം, അങ്ങനെയൊക്കെ ബാധിച്ച് അങ്ങനെ ഇപ്പോൾ നെഗറ്റീവ് നല്ല രീതിയിൽ ബാധിക്കുന്ന വേറെ ആക്കുമല്ല, ജാസ്മിനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന് ഈ ആഴ്ച തന്നെ 2 നെഗറ്റീവാണ് വന്നിട്ടുള്ളത്. ഒന്ന് ജാസ്മിൻ്റെ ബാപ്പയുടെ വോയിസ് റെക്കോർഡ്, പിന്നെ ജാസ്മിൻ്റെ കാമുകൻ്റെ വീഡിയോ റെക്കോർഡിങ് പുള്ളിക്കാരൻ എന്തൊക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജാസ്മിന് വേണ്ടി ഒരുപാട് നെഗറ്റീവ് രീതിയിൽ നല്ല സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ടിക്കറ്റ് ഫിനാലെ എടുക്കുമ്പോഴത്തേക്കും ജാസ്മിൻ അത് പിന്നോട്ടാണ്. ചിലപ്പം എന്താ പറയുക, എനിക്കറിഞ്ഞൂടെ. അതിന് പിന്നെ ഞാൻ കാര്യം ചെയ്യുമ്പോൾ ഗെയിം കളിച്ചില്ല, അതല്ല നമ്മൾ പറയാൻ പോണത്. പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും, പക്ഷേ ഇത് ജാസ്മിൻ ഇപ്പോഴെല്ലാ വോട്ടിങ്ങിലും സെക്കൻഡിലാണ്. പക്ഷേ എല്ലാത്തിലും ഫസ്റ്റ് ഇപ്പോൾ അഭിഷേക് തന്നെയാണ്. പക്ഷേ ഈ അഭിഷേകിന് വോട്ട് കിട്ടിയത് യാതൊരു തരത്തിലുള്ളൊരു ബെനിഫിറ്റ് ഇല്ല. ഈ ഒരു ആഴ്ചയ്ക്ക് മാത്രമേ അഭിഷേകിൻ്റെ കയ്യിൽ ഈ വോട്ടുള്ളൂ. അതിനുശേഷം അഭിഷേകിന് വോട്ട് കിട്ടുമോ ഇല്ലേ എന്ന് തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയണം. അതല്ലേ അതിൻ്റെ ഒരു രീതി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോയുടെ വോട്ട് മാത്രമാണ്. ജിൻഡോയുടെ ഒരുപാട് വോട്ടുണ്ട്. ജിൻഡോയുടെ ലക്ഷക്കണക്കിന് വോട്ടാണ് അഭിഷേകിന് മറിഞ്ഞിട്ടുള്ളത്. കാര്യം ജിൻഡോയുടെ ഫാൻസ് എല്ലാം കൂടെ ജിൻഡോയ്ക്ക് എതിരാണ് ജാസ്മിൻ നിൽക്കുന്നത്. അപ്പോൾ ജാസ്മിൻ എതിരാണ് ജിൻഡോ നിൽക്കുന്നത്. ഇവർ രണ്ടുപേർക്കും എതിരായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ ഫാൻസ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ഓൾമോസ്റ്റ് എല്ലാം ഇവർ നോമിനേഷൻ വരാത്തപ്പോൾ ഇവരെ അത്രത്തോളം വെറുപ്പിക്കുന്ന, അവർ പുറത്താവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ജാസ്മിൻ പുറത്താവണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ വോട്ട് കൊടുക്കുക. അത് സോഗേസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആര് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യുക. നമ്മൾ അകത്ത് ഗെയിം കളിക്കുന്നതിനേക്കാളും പുറത്താണ് ഗെയിം എല്ലാവരും കളിക്കുന്നത്. ഒരുപാട് ഫാൻ ഫൈറ്റാണ് സോഷ്യൽ മീഡിയയ്ക്ക് നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യാം. സോഗേസ് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ എന്തുവേണം ചെയ്യാം, പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചീത്തയെന്ന് കാര്യം വിളിക്കല്. കൊച്ചു കുട്ടികളൊക്കെയാണ് കാണുന്ന വീഡിയോസ്. കാര്യം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ എന്ന് വെച്ചാൽ കൂടുതലും കാണുന്നത് കൊച്ചു പിള്ളേരാണ്, കൊച്ചു കുട്ടികളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കാണുമ്പോൾ നമ്മൾ കൊച്ചു വർത്തമാനങ്ങളാണ് പറയാം. അല്ലാതെ വലിയ ആഗോള താപനില ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ചീത്തകളൊന്നും വിളിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ലത് ചിന്തിക്കൂ, നല്ലത് മാത്രം ചിന്തിക്കൂ. ശുഭദിനം. സോ ഗൈസ്, നമുക്ക് നേരെ ആദ്യം പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സീസണിലെയും പോലെ തന്നെ എല്ലാ സീസണിലും അല്ല, നമുക്ക് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. കണ്ടൻറ്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന സംഭവമുണ്ട്. എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് കൊടുത്തൊരു വ്യക്തി എന്ന് ആരെ വിശേഷിപ്പിക്കുക എന്ന് വെച്ചാൽ, സീസൺ 6 ജാസ്മിൻ്റെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കാം. BB6 ജാസ്മിൻ്റെ പേരാണ് കാണിക്കുന്നത്, ജിൻഡോയെ അല്ല. ടോപ്പ് 5 ജിൻഡോ വരും, യാതൊരു മാറ്റവുമില്ല. ടോപ്പ് 5 ജാസ്മിനും വരും. പക്ഷേ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ള ആർക്കും തന്നെ ജാസ്മിൻ ഇഷ്ടമല്ല. അതെന്താണ് ഇഷ്ടമല്ലാത്തതിൻ്റെ കാര്യമൊന്നും എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരെല്ലാവരും കാട്ടി നല്ലപോലെ ഗെയിം കളിക്കുന്നുണ്ടാവാം എല്ലാവരും ജാസ്മിനെ വെറുക്കുന്നത്. അങ്ങനെ തന്നെ ആവാം എനിക്ക് തോന്നുന്നത്. അല്ലാതെ യാതൊരു തരത്തിൽ വെറുപ്പ് കാണിക്കേണ്ട കാര്യമില്ല. കാര്യം എല്ലാവരും കാട്ടി ഗെയിം കളിക്കുന്നു. എല്ലാവർക്കും അവിടെ ഒരു പേടി സ്വപ്നമായി മാറുന്നത് ജാസ്മിനാണ്. ഇത് ജിൻഡോയും കാട്ടി ഒരു പേടി സ്വപ്നം ജാസ്മിനായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടെത്തിയത്. പിന്നെ അതിൻ്റെ അകത്ത് എല്ലാവരും ഒരുപാട് പേര് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ പോലും എല്ലാവരും ഈ ഗെയിമിൻ്റെ സ്പിരിറ്റ് കഴിഞ്ഞിട്ട് പോലും ഗെയിം വിടാതെ തന്നെ അത് പിന്നീട് പിന്തുടർന്ന് അവർക്ക് എങ്ങനെ ചൂഷണം ചെയ്യാം, അതങ്ങനെയല്ല, ഇതിങ്ങനെയല്ല, നിന്നെ ഞാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടുക, നിന്നെ തകർക്കൂടാ എന്ന് പറഞ്ഞാണ് അതിൻ്റെ അകത്ത് ഓരോ മനുഷ്യരും
ജീവിക്കുന്നത്, ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഓരോ മനുഷ്യരൊന്ന്. പക്ഷേ ജാസ്മിനെ കുറിച്ച് ജാസു മോളെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയേണ്ട സുഹൃത്തുക്കളെ, ജാസു എന്ന് വെച്ചാൽ അപ്പോഴുള്ള സ്പോർട്സ് സ്പിരിറ്റിൽ അങ്ങ് എടുത്ത് കളയുന്നതാണ്. അല്ലാതെ മനസ്സിൽ വിഖ്യാതമോ ജിജ്ഞേതമോ ഒന്നുമില്ലാതെ തന്നെ സമാധാനത്തിൻ്റെ കൊടി മാത്രം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ. സോ ഞാൻ എപ്പോഴും പറയുന്നത്, ജാസ്മിൻ ഫാൻസാണ്, നിങ്ങൾ ജാസ്മിൻ വോട്ട് ഇടുക. നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ഇടുക. ജിൻഡോയ്ക്കാണ് വോട്ടിട്ടെങ്കിൽ ജിൻഡോ എന്ന് കമൻറ്റ് ഇടുക. അഭിഷേകിനാണ് വോട്ടിട്ടെങ്കിൽ അഭിഷേക് എന്ന് കമൻറ്റ് ഇടുക. ജിൻഡോ ഇല്ല, പക്ഷേ ജിൻഡോ ഫാൻസ് ഇല്ല, അഭിഷേകിനാണ് വോട്ടിട്ടത് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ അഭിഷേകിന് ഈ ഒരു ഗ്രാഫ് ഇത്ര ഹൈ ആവേണ്ടത് യാതൊരു ഇമ്പോസിബിൾ വാട്സബിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജാസ്മിനാണെങ്കിൽ ജാസ്മിൻ വോട്ടിടുക, കമൻറ്റ് ഇടുക. അങ്ങനെ നമുക്ക് നേരെ ആദ്യം ജാസ്മിൻ്റെ വോട്ടിലേക്ക് പോയി. ഇനി വിരലെണ്ണാവുന്ന, സോ ഗൈസ് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം വെച്ചാൽ, ഇനി വിരലെണ്ണാവുന്ന മണിക്കൂർ മാത്രം ബാക്കി ജാസ്മിൻ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. വിരളിൽ മാത്രം എണ്ണാവുന്ന മണിക്കൂർ. കാരണം എൻ്റെ 2 കൈയും എൻ്റെ 2 കാലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ മാത്രമേ ഉള്ളൂ വോട്ടിംഗ് എൻഡിൽ ചെയ്യാൻ വേണ്ടി. ജാസ്മിനാണ് നിങ്ങൾ വോട്ടിട്ടെങ്കിൽ ജാസ്മിൻ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ 12,55,567 വോട്ട് ജാസ്മിന് കിട്ടിയതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ജാസ്മിന് ഇനി ഇത്രത്തോളം വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലും ഉറപ്പില്ല. കാര്യം ഇനി അങ്ങോട്ട് ഒരു വോട്ടിംഗ് കൂടെ ഉണ്ട്. കാര്യം ഗ്രാൻഡ് ഫിനാലകൾ വോട്ടിങ്ങാണ്. പക്ഷേ ഇപ്പം തന്നെ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവാണ് വരുന്നത്. ഇഷ്ടം പോലെ നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയക്കകത്ത് കയറാൻ പറ്റാത്ത രീതിയിൽ നെഗറ്റീവാണ് ജാസ്മിൻ വരുന്നത്. ഒന്നാമത്തെ കാര്യം, ജാസ്മിൻ്റെ ബാപ്പയുടെ വോയിസ് റെക്കോർഡ്, അത് ജാസ്മിൻ്റെ വോട്ടിങ്ങിൽ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാസ്മിൻ്റെ ഹസ്ബൻഡ് ആവാൻ പോവാനിരുന്ന ഒരു പുള്ളിക്കാരനാണ്, കാമുകനായിരുന്നു. അയാൾ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ പങ്കുവെച്ച് ഞാൻ നിയമപരമായി വേർപിരിയുന്നു. അങ്ങനെ പിന്നീട് അത് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചതല്ലാതെ ഈ ആഴ്ചയിൽ അയാൾ ഒരു വീഡിയോ വരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ജാസ്മിൻ ഫാൻസിന് അല്ലാതെ തന്നെ ജാസ്മിന് നല്ല രീതിയിൽ നെഗറ്റീവ് വൈബിൻ്റെ ഒരു വൈവസ്ത്യ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ജാസ്മിനെ രക്ഷിക്കണമെങ്കിൽ ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, ജാസ്മിനോട് വോട്ടിടുക. കൂടാതെ തന്നെ BB6 ഏറ്റവും കണ്ടൻറ് ക്രിയേറ്റർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല വരുന്നത്, ജിൻഡോ എന്ന വ്യക്തിയല്ല വരുന്നത്, ജാസ്മിൻ തന്നെയാണ്. നിങ്ങൾ ജാസ്മിനാണ് വോട്ടിട്ടെങ്കിൽ ജാസ്മിൻ എന്ന് പറഞ്ഞ് എൻ്റെ യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ട് നിറയ്ക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ജാസ്മിനോട് പിക്കപ്പ് ചെയ്യാൻ അടിച്ചിട്ടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിലും കയറി കമൻറ്റ് ഇടുക. സോ ഗൈസ്, നമുക്ക് നേരെ ജാസ്മിന് കിട്ടിയ ഈ വോട്ട് എന്ന് വെച്ചാൽ ടെമ്പററിയോ ഒന്നും അല്ല, ഇത് പെർമനൻറ്റ് വോട്ടാണ്. പക്ഷേ അഭിഷേകിന് കിട്ടിയത് ടെമ്പററി വോട്ടാണ്, ഏത് നിമിഷം വേണമെങ്കിലും ആയേക്കാം. പക്ഷേ ഈ 12,55,567 വോട്ട് ജാസ്മിന് കിട്ടിയത്, ജാസ്മിൻ കളിച്ച് നേടിയതും ജനങ്ങൾ ഇഷ്ടപ്പെടാത്തവരെ ഇഷ്ടപ്പെടുത്തിയതും വെറുപ്പിൻ്റെ അവസാനം കുട്ടിശങ്കറും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ജാസ്മിനെ എല്ലാവരും വെറുത്തിട്ട് പോലും ജാസ്മിനെ ഇപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നൊരു കാഴ്ചയിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മൾ ഒരുപാട് പേര് കാണുന്ന കാഴ്ചയാണ്. സ്റ്റാർട്ടിങ് സമയത്ത് ജാസ്മിൻ ഒരു എന്താ പറയുക, നല്ല രീതിയിലൊരു ഒരു കോംബോയാണ് സത്യം പറയാൻ ജാസ്മിൻ എന്നൊരു വ്യക്തിയെ തന്നെ ഇല്ലാതാക്കിയത് ഒരു കോംബോയാണ്. ഇല്ലെങ്കിൽ ജാസ്മിൻ ഇനിയും എങ്കിൽ നമുക്ക് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം വരില്ല. കാര്യം ജാസ്മിൻ ഇത്ര നെഗറ്റീവ് വരെ ഇല്ല പബ്ലിസിറ്റിയിൽ. അത് അങ്ങനത്തോളം കോംബോ തന്നെയാണ് ജാസ്മിൻ ഏറ്റവും നെഗറ്റീവ് ആയത്. പിന്നെ ജാസ്മിൻ അതിൻ്റെ അകത്ത കണ്ടൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജാസ്മിൻ ഗെയിം ഫിസിക്കലി പിന്നെ അതുപോലെ തന്നെയാണ് എന്തൊരു കണ്ടൻറ്റും, അല്ലെങ്കിൽ ആർക്ക് അടി ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും ചെന്ന് കയറിക്കണം ജാസ്മിൻ്റെ അടുത്താണ്. ഇപ്പോഴും ജാസ്മിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസ്മിൻ 1ാം ദിവസം വന്ന് ആ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗബ്രിയായിട്ടുള്ള ആ വിഷയം എല്ലാം കഴിഞ്ഞിട്ട് അതിനെപ്പോഴും ജാസ്മിൻ എല്ലാവരും കൂടെ വേട്ടയാടുന്നതാണ് കാണുന്നത് കഴിഞ്ഞത്. കാര്യം സിജോ എന്ന വ്യക്തി ഇന്നലെയും കൂടെ വേട്ടയാടുന്ന കണ്ട് ഗബ്രിയുടെ പേരൊക്കെ പറഞ്ഞ്, പിന്നെ അഭിഷേക് പറയുന്നുണ്ട് ഗബ്രിയുടെ പേര് പറഞ്ഞ്. കാര്യം ഈ 1ാം ദിവസം തൊട്ട് ഒരു 30-40 ദിവസം വരെ ജാസ്മിൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ അത് അയാൾ മറന്ന് പുതിയൊരു ജീവിതം മുന്നോട്ട് വന്ന്, അപ്പോൾ നമ്മൾ ഈ പഴയതിനെ വിടാൻ പഠിക്കണം. പക്ഷെ അതിൻ്റെ അകത്തുള്ള ആരും തന്നെ പഠിക്കുന്നില്ല. അവർ ഇന്നലകളിൽ ജീവിക്കുക, ഇന്ന് ജീവിക്കാൻ നോക്കാതെ ഇന്നലകളിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതിൻ്റെ അകത്തുള്ള എല്ലാവരും. പിന്നെ അതിൻ്റെ അകത്തുള്ള എല്ലാവരും തന്നെ ഗെയിം കളിക്കുന്നു, മനുഷ്യത്വമില്ല. പിന്നെ അവർക്കറിയാം ഈ ജാസ്മിൻ ഇങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് പോകും, ജാസ്മിൻ അത്രത്തോളം നെഗറ്റീവ് വരട്ടെ. ജാസ്മിന് നെഗറ്റീവ് കൊണ്ടത് ഒരുപാട് പേർക്ക് അറിയാം, ഹൈജീനിൻ്റെ കാര്യമായാലും ഗബ്രിയുടെ കാര്യമായാലും അങ്ങനെ നെഗറ്റീവ് കൊണ്ടിട്ട് പോലും ജാസ്മിൻ 2ാം സ്ഥാനം നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ആഴ്ച തന്നെ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ വോട്ട് ഇത്രത്തോളം കയറി വരാൻ ഒരു നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് തന്നെയാണ് ജാസ്മിൻ അത്രത്തോളം എടുത്തിട്ടുണ്ട്, എഫക്റ്റ് അത്രത്തോളം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഗ്രാൻഡ് ഫിനാലോട്ടൊക്കെ അടുക്കുമ്പോൾ ടോപ്പ് 5 വരുമ്പോൾ വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ ഒരു വെച്ചാണെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തിക്ക് ഇതിൻ്റെ ഒരു 4% മാത്രമേ വോട്ട് കിട്ടുള്ളൂ. ജാസ്മിൻ ടോപ്പ് 2 പോലും വരാൻ ചാൻസ് കുറവാണ്. കാര്യം ഈ സോഷ്യൽ മീഡിയക്കകത്ത് ജാസ്മിൻ അത്രത്തോളം നെഗറ്റീവ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ കഴിയുന്തോറും ജാസ്മിൻ എങ്ങനത്തോളം നെഗറ്റീവ് ആക്കാം, എത്രത്തോളം നെഗറ്റീവ് അടിക്കാം, അങ്ങനെയൊക്കെയാണ് മൊത്തവും കണ്ടന്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ
ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വത്തെ പറയാണ്, അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പറയാണ്, ഞാൻ ആരെയും നിന്ന് പൈസയോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ അല്ലാതെ പറയാണ്, ജാസ്മിൻ എന്ന വ്യക്തി നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ജാസ്മിൻ ഇല്ലെങ്കിൽ BB6 എന്നൊരു വലിയൊരു ഷോ തന്നെ ആരും കാണാതെ പോയത്. ഇപ്പോൾ ജാസ്മിൻ്റെ ഹൈജീൻ്റെ കാര്യമായാലും ഗബ്രിയുടെ കാര്യമായാലും അല്ലാത്തയാലും ഇതിനകത്ത് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കണമെങ്കിൽ അടിയുണ്ടാകും. എല്ലാ ഫൈറ്റിലും ജാസ്മിൻ തന്നെയാണ് മുന്നോട്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ജാസ്മിന് ഒരുപാട് പേർക്ക്, ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി അമ്മൂമ്മമാരും അമ്മമാരും ചേട്ടന്മാരും ചേച്ചിമാരും അനിയത്തിമാരും പെങ്ങന്മാരും എല്ലാവരും ആദ്യമൊക്കെ കമൻറ്റ് ഇട്ടെന്ന് വെച്ചാൽ ജാസ്മിന് കപ്പില്ല, ജാസ്മിൻ വൃത്തികെട്ട ഹൈജീൻ്റെ കാര്യമാണ് എന്ന് പറയാൻ, ജാസ്മിൻ ഹൈജീനില്ല, ജാസ്മിൻ വൃത്തിയില്ല എന്ന് പറഞ്ഞവർ എന്നെ തിരിച്ച് കൈയടിച്ചിട്ട് പറയുവാണ്, ജാസ്മിൻ കപ്പ് കൊടുക്കണേ എന്ന് പറയിപ്പിച്ചൊരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. പിന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ ജാസ്മിൻ്റെ നെഗറ്റീവ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് പോസിറ്റീവ് ഉണ്ട്. ഈ ഹൗസിൻ്റെ അകത്ത് പോയപ്പോൾ ജാസ്മിൻ ഒരുപാട് കണ്ടന്റ്, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് വന്നത്. സ്വല്പം ജാട ഉണ്ടെന്ന് ജാസ്മിൻ്റെ ജനങ്ങൾ തന്നെയാണ് പറയുന്നത്. ജനങ്ങൾ എന്ന് വെച്ചാൽ ജാസ്മിൻ്റെ നാട്ടുകാർ തന്നെ പറയുന്നത്, ആ കൊച്ചു അങ്ങനെ തൻ്റെ ഇടമാണ്, അങ്ങനെയാണ്. ഈ ഒരു ഹൗസിൽ വരുമ്പോഴത്തേക്കും തനിക്ക് കപ്പടിക്കണം, താൻ അങ്ങനെയാണ്, തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷകർക്ക് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും പിന്നെ ഫണ്ണാവാനും എല്ലാത്തിനും ജാസ്മിനെ കൊണ്ട് കഴിയുന്നതാണ്. എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും പുറത്ത് ചർച്ചയാവാനും വേണ്ടി ഒരുപാട് ചർച്ചയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ചർച്ച ചെയ്ത വേറൊരു വ്യക്തി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം ജാസ്മിന് ഇടിഞ്ഞിടിഞ്ഞ് വരികയാണ്. ഈ വോട്ട് ആദ്യം ഒരു ഹൈപ്പിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പിന്നീട് ജാസ്മിൻ്റെ 2 നെഗറ്റീവ് പബ്ലിസിറ്റി, അത്രത്തോളം പബ്ലിസിറ്റി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ നെഗറ്റീവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും, നല്ല രീതിയിൽ നെഗറ്റീവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അത് ജാസ്മിൻ്റെ ഗെയിമിനെ തന്നെ ബാധിക്കും. ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ പോയ ആൾക്കാരൊക്കെ അകത്ത് കയറാൻ പോവുകയാണ്. ഈ അകത്ത് കയറുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കിടക്കുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, നിനക്ക് നല്ല നെഗറ്റീവാണ്, നിനക്ക് നല്ല പോസിറ്റീവാണ്, നിനക്ക് തന്നെ കപ്പടിക്കും, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അങ്ങനെ കയറുമ്പോഴത്തേക്കും ചിലപ്പോൾ അവർ തന്നെ ജാസ്മിൻ പറയും, നീ കപ്പടിക്കണമെന്ന് പോകുന്നില്ല, നിനക്ക് പറ്റിയൊന്നുമില്ല, കാര്യം നിനക്ക് അത്രയും നെഗറ്റീവാണ് എന്ന് പറയുമ്പോൾ ജാസ്മിൻ്റെ ഗെയിം പിന്നെയും താഴോട്ട് പോവുകയാണ്. സോ അങ്ങനെ ജാസ്മിൻ എല്ലാവരും തകർന്നിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സിജോ തന്നെ പുറത്തുനിന്ന് ഇടിയും കൊണ്ട് പോയിട്ട് സിജോ ഗെയിം കണ്ടിട്ട് സിജോ പറയാണ്, നീ ശരിയാണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ സിജോ അതിൻ്റെ രീതിയിൽ ജാസ്മിൻ എതിർക്കുകയാണ്. പിന്നെ അഭിഷേക് വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്നപ്പോൾ അഭിഷേക് നേരം എന്തൊക്കെയാണ് അകത്ത് കിടന്നത്, അങ്ങനെ അഭിഷേക് വന്നിട്ട് ചോദിക്കുകയാണ്, നീയും ഗബ്രിയും തമ്മിലുള്ളതെന്ന് പറഞ്ഞ് അങ്ങനെ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞത് അങ്ങനെ കാര്യമാണ്. പിന്നെ ലാസ്റ്റ് ജാസ്മിൻ്റെ ബാപ്പ വന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് പോകുന്നൊരു സീനുണ്ട്. അപ്പോഴും ഇതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അപ്പോഴാരും വേണ്ടിയില്ല. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് സിജോ ചോദിക്കുകയാണ്, നിൻ്റെ ബാപ്പ വന്നിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോയില്ല, നീയല്ലേ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകില്ലേ, അത്രയ്ക്ക് വിശ്വാസമാണ് എന്ന് വെച്ചാൽ ഈ ഫോട്ടോ എടുത്തിട്ട് പോയത് ആരും അറിഞ്ഞിട്ട് വലിയ രീതിയിൽ ചർച്ചയായിട്ടില്ല. അപ്പം സിജോ എന്ത് ചെയ്യണം, അതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, അത് 10 പേര് അറിയണം, ജാസ്മിൻ നെഗറ്റീവ് അറിയണം, ഫോട്ടോ എടുത്തുകൊണ്ട് പോയി അങ്ങനെ നെഗറ്റീവ് വരണം. പിന്നെ ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞാൽ ഗബ്രിയുടെ നിക്കറും ജാസ്മിൻ എടുത്ത് വെച്ചിരുന്നതെന്ന് പറയുന്നത് അങ്ങനെ നെഗറ്റീവിൻ്റെ ബഹളമാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് അഭിഷേകിൻ്റെ മുന്നേറ്റം. ഞാൻ അഭിഷേകിൻ്റെ എത്തിയാണ്, എടാ പൊട്ടാ സിസ്റ്റത്തിൽ മാറ്റി പേര് പറയണ്ടേ, ഞാൻ വായിച്ചുകൊണ്ടിരുന്നു. സോ ഗൈസ്, നമ്മൾ അടുത്ത അഭിഷേക് എടുത്തതാണ്. അഭിഷേക് എടുത്തത് ഇപ്പോൾ 13 ലക്ഷം. ഈ 13 ലക്ഷം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഭിഷേക് ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരാഴ്ചയ്ക്ക് വേണ്ടി മാത്രം കിട്ടിയ വോട്ടെന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. ഈ 13 ലക്ഷം ഈ ജിൻഡോ എന്ന വ്യക്തിയുടെയും പിന്നെ അതുപോലെ സിജോ എന്ന വ്യക്തിയുടെയും വോട്ട് മൊത്തവും അറിഞ്ഞിരിക്കുന്നത് അഭിഷേക് എന്ന വ്യക്തിക്കാണ്. കാര്യം അത്രത്തോളം ഫാൻ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു. സിജോയ്ക്കാണെങ്കിൽ ഇഷ്ടം പോലെ ഫാൻ ബേസാണ്. കാര്യം സിജോയ്ക്ക് കിട്ടിയപ്പോൾ ഒരുപാട് രീതിയിലൊക്കെ ഫാൻ ബേസൊക്കെ അങ്ങനെ ഉണ്ടാക്കി. സിജോയെ റോക്കി അടിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്ന്. സോ അങ്ങനെ അഭിഷേകിന് ഒരുപാട് വോട്ട് കിട്ടി. അങ്ങനെ സിജോയ്ക്കുള്ള ഒരുപാട് വോട്ടും പിന്നെ അതുപോലെ തന്നെ ജിൻഡോ എന്ന വ്യക്തി നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ ജിൻഡോയുടെ കണ്ടന്റ് കൂടുതലും ജിൻഡോ ജാസ്മിൻ അങ്ങനെയായിരുന്നു അവരൊരു കോംബോ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ജിൻഡോയും ജാസ്മിനുമാണ് സത്യം പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കനും മിടുക്കത്തിയും. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും തന്നെ കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ വോട്ട്. അങ്ങനെ ജിൻഡോയുടെ വോട്ട് മൊത്തവും അറിഞ്ഞിരിക്കുന്നത് അഭിഷേകിനാണ്. ഈ വോട്ട് അഭിഷേകിന് വെറും ടെമ്പററി മാത്രമാണ്, ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി മാത്രം. ഇനി അടുത്തൊരു വോട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫിനാലെയാണ്. ഈ ഗ്രാൻഡ് ഫിനാലോട്ട് പോകുമ്പോഴത്തേക്ക് അഭിഷേകിന് ഇത്ര വോട്ട് കിട്ടില്ല, ഉറപ്പാണ്, ഇത്ര വോട്ട് കിട്ടില്ല. കാര്യം ആ വോട്ട് മൊത്തം ജിൻഡോ തന്നെ കൊണ്ടുപോകും, ജാസ്മിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. പക്ഷേ എൻ്റെ ഒരു കണ്ടെത്തലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഫാൻസൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ അഭിഷേകം സ്നേഹിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് ഒത്തിരി നെഗറ്റീവ് വരുന്നുണ്ട്. പിന്നെ കൂടാതെ നമുക്ക് ഇന്നലത്തെ ഒരു കാര്യം എടുക്കാമെന്ന് വെച്ചാൽ അഭിഷേകും എനിക്കൊന്ന് അഭിഷേക് ഡയറക്റ്റായിട്ട് ടിക്കറ്റ് ഫിനാലെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. കാര്യം ഏറ്റവും ടോപ്പ് ഓണിൽ വേറെ ആരുമില്ല, അഭിഷേകാണ്. ഫിസിക്കൽ ഗെയിമിൽ ഇന്നലെ തന്നെ നമുക്ക് എടുക്കാം, ജിൻഡോയെ തൂക്കിയൊക്കെ തറയൊക്കെ എടുത്ത് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് പക്ഷേ ഫിസിക്കൽ അസോൾട്ടാക്കി മാറ്റാമായിരുന്നു. രണ്ടുപേർക്കും വേണമെങ്കിൽ ഒരാൾ എണീച്ച് കഴിഞ്ഞ് തീരാവുന്ന പ്രശ്നമില്ല. ഇപ്പം ഏമ്പൊക്കെയാണ് കേട്ടോ, കഞ്ഞി പിടിച്ചിട്ട് ഏമ്പൊക്കെയാണ്. സോ ഗൈസ്, ഇപ്പം വേണമെങ്കിൽ ജാസ്മിന് ഇപ്പം അഭിഷേകിന് വേണമെങ്കിൽ
അഭിഷേകിന് വേണമെങ്കിൽ ഇന്നലെ അഭിഷേകും ജിൻഡോയും തമ്മിലൊരു അടിയുണ്ടായപ്പം ഇവർക്ക് രണ്ടുപേരും ഇന്നലെ പുറത്താവേണ്ടത്. കാര്യം ഇന്നലെ രണ്ടൊരു ഫിസിക്കൽ അസോൾട്ടാണ് ചെയ്തത്. ജിൻഡോ തറ വീഴുന്നു, അഭിഷേക് തറ വീഴുന്നു, ആ ബോർഡ് വീഴുന്നു, അങ്ങോട്ട് പരസ്പരം ഇടിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് വളരെ രൂക്ഷമായി ദേഷ്യപ്പെട്ടതും ജിൻഡോ എന്ന കുറുക്കനായ ബുദ്ധിക്കാരനെ അറിയാം. കാര്യം ഇവർ രണ്ടുപേരും ചെയ്ത് ഫിസിക്കൽ അസോൾട്ടാണെന്ന്. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ റൂമിൽ പോവാതിരിക്കാൻ വേണ്ടി തന്നെ ജിൻഡോ എന്ന കുറുക്കനായ ബുദ്ധിമാനായ ഒരു പോരാളി, അല്ലെങ്കിൽ ഒരു ശക്തനായ നിങ്ങളെല്ലാവരും ജനങ്ങൾ മാത്രം വിശേഷിപ്പിക്കുന്നില്ല ജിൻഡോയും പൊട്ടനാണ്. കാര്യം ജിൻഡോയുടെ ഗെയിം എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ബിഗ് ബോസിലുള്ളൊരു പൊട്ടനെന്ന് വിചാരിക്കുകയാണ്. ഇന്നലത്തെ ആ ഫിസിക്കൽ അസോൾട്ടിൽ ജിൻഡോ എന്ന വ്യക്തിക്ക് മനസ്സിലാവും, ജിൻഡോ എന്ന കുറുക്കനെ മനസ്സിലാവും. അഭിഷേകിനെ പിടിച്ച് തള്ളിയതും അഭിഷേകിനെ പിടിച്ച് ഞാൻ മാന്തിയതും എല്ലാം കൂടെ അത് ഫിസിക്കൽ അസോൾട്ടാണെന്ന് ഉടനെ തന്നെ അത് ഫിസിക്കൽ അസോൾട്ട് അല്ല, കൾച്ചർ റൂമിൽ പോകാതിരിക്കാൻ വേണ്ടി ജിൻഡോ എന്ന വ്യക്തി അഭിഷേകിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ അഭിഷേക് ഓക്കെ ഇനി കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പരസ്പരം ആലിംഗം ചെയ്യുകയാണ്. ഈ ആലിംഗം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇനി പുറത്ത് പോകേണ്ട കാര്യം, ഈ കൾച്ചർ റൂമിൽ വരണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ പിന്നെ ഒരു ഫൈറ്റ് ഉണ്ടായാൽ മാത്രമല്ലേ പോകാൻ പറ്റും. കാര്യം ഇവർ അതിൻ്റെ നല്ല ഫൈറ്റ് ഉണ്ട്. കാര്യം ജിൻഡോ എടുത്ത് എന്ന് വെച്ചാൽ ജിൻഡോ വന്നപ്പോൾ ജിൻഡോ തൂക്കിയെടുത്ത് ഇങ്ങനെ തട്ടി മാറ്റി ജിൻഡോ അങ്ങ് വീഴുന്നു. പിന്നെ ജിൻഡോ അഭിഷേകം തള്ളുന്നു. രണ്ടുപേരും ഇന്നലെ പോകേണ്ടത്, രണ്ടുപേരും ഫിസിക്കൽ അസോൾട്ടാണ് ചെയ്ത് ഉടനെ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് യാതൊന്നും ഇല്ലാത്ത രീതിയിൽ കൂളായി പോയി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാര്യം അഭിഷേകിനെ കുറിച്ച് പറഞ്ഞാൽ അഭിഷേക് ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും അഭിഷേകിൻ്റെ ഈ വോട്ട് നിങ്ങൾ പെർമനൻ്റ് ആക്കിയേ പറ്റൂ. കാര്യം അടുത്തൊരു ഗ്രാൻഡ് ഫിനാലെ വരെയാണ്. അപ്പോൾ ഈ വോട്ട് നിങ്ങൾ മൊത്തം അഭിഷേകിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം. പക്ഷേ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ടോപ്പ് 5 ഉറപ്പാണ്. അഭിഷേക് ഉണ്ടാവും, ജിൻഡോ ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവും, സിജോ ഉണ്ടാവും. ഇനി ഒരാൾ ചിലപ്പം ശ്രീതു ആയിരിക്കാം, ഇല്ലെങ്കിൽ അർജുനായിരിക്കാം, മുടിയനായിരിക്കാം. പിന്നെ അവരൊക്കെയാണ് ഉള്ളത്. നന്ദനയുണ്ട്, പിന്നെ വേറെ ആരുണ്ട്, സായി ഉണ്ട്, അങ്ങനെ ഇനി വേറെ ഒരാളില്ലല്ലോ. ഇല്ല, നോറയുണ്ട്. അപ്പം ഇതിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ടോപ്പ് 5ൻ്റെ അകത്ത് ഒരാൾ വരുന്നത്. എന്തായാലും ജാസ്മിനും ഇത്രയും പേര് എന്തായാലും പക്കയാണ്. പക്ഷേ അതിൽ അഭിഷേകിന് ടോപ്പ് 1 ടോപ്പ് 2 ടോപ്പ് 3 അകത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ വോട്ട് ഇട്ടേ പറ്റൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജിൻഡോയുടെ വോട്ട് മാത്രമാണ്. അത് ഞാനിപ്പോഴും പറയുന്നത്. ജിൻഡോയുടെ വോട്ട് ഇല്ലെങ്കിൽ അഭിഷേകിൻ്റെ വോട്ട് വളരെ കുറവാണ്. കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ആഴ്ച അഭിഷേക് ജിൻഡോ ഉണ്ടായിരുന്നു. അഭിഷേക് ജിൻഡോയും ജാസ്മിനും ഉണ്ടായിരുന്നപ്പം ആദ്യം ജിൻഡോ, പിന്നെ ജാസ്മിൻ, പിന്നെ അഭിഷേക്, ഇങ്ങനെ മൂന്ന് പേരായിരുന്നു വോട്ടിംഗ് ക്രമം പൊക്കോട്ടുന്നത്. കാര്യം ലൈവ് അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും കറക്റ്റ് സത്യസന്ധമായ കാര്യത്തിലും എല്ലാത്തിനും കാട്ടി മുൻപന്തിയിൽ വേറെ ആരുമല്ല AR ആകാശ്, ഞാൻ തന്നെയാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് പിന്നെ ജൂലൈ 1 നിങ്ങൾക്ക് ബിഗ് ബോസ് കാണാൻ പറ്റുന്നൊരു പരിപാടി ഉണ്ട്. അങ്ങനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓഡിഷൻ കാർഡ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. സോ ഗൈസ്, പ്ലീസ് മെസ്സേജ് മീ AR ആകാശ്. സോ ഗൈസ്, ഞാൻ കൂടുതലും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം, കമൻറ്റുകൾ ഇടാം. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെല്ലാം അതിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ ന്യായമായ രീതിയിൽ കൊടുക്കുക. കാര്യം അഭിഷേകം നിങ്ങൾ കൊടുത്താലും അത് ജെന്യൂനാണ്. കാര്യം അഭിഷേകം നിങ്ങളൊരു വോട്ട് ഇട്ടിട്ട് കൊടുക്കുകയാണ്, അഭിഷേകം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യില്ല. കാര്യം അഭിഷേകം നിങ്ങളൊരു വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഭിഷേകം അതിൻ്റെ 100 ഇരട്ടിക്കയറ്റ് അതിൻ്റെ അകത്ത് ഫിസിക്കലായാലും മെൻ്റലി ആയാലും ഗെയിമായാലും അത് കളിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേകം നിങ്ങൾ വോട്ടിട്ട് കഴിഞ്ഞാൽ ഇത് പാഴാകില്ല, അതൊരു വേസ്റ്റ് വോട്ടല്ല എന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ നിങ്ങൾ ഈ ജിൻഡോയുടെ ഫാൻസിലുള്ളവർ ഇങ്ങനെ വോട്ടിട്ടാൽ മാത്രം പോരാ. അടുത്ത അഭിഷേകും ജിൻഡോയും വരുമ്പോഴും അഭിഷേകം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. കൂടാതെ അഭിഷേകിൻ്റെ ഫാൻസ് ഇനി ഒരുപാട് പേരുണ്ടെങ്കിൽ അഭിഷേകിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുവരിക. ഒരു കപ്പേ ഉള്ളൂ, കപ്പടിക്കട്ടെ. കാര്യം ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വോട്ടിംഗ് അവസാനിക്കും, മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക, വിരലെണ്ണാവുന്ന മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുക. അഭിഷേക് എന്നൊരു പടയാളിയുടെ തൻ്റേതായ ഒറ്റയ്ക്കുള്ളൊരു പോരാട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അഭിഷേകിൻ്റെ പടയാളി ഒരൊറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കാർഡ് ഇത്രത്തോളം 4-5 നോമിനേഷൻ വന്നിട്ട് പോലും പുള്ളിക്കാരെ തളരില്ല, പോകില്ല എന്ന് പറഞ്ഞ് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് എന്ന് പറഞ്ഞ് അഭിഷേക് തൻ്റെ പടയോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ ഒന്ന് കൂടെ നിന്ന് കഴിഞ്ഞാൽ അഭിഷേക് കപ്പും കൊണ്ട് വീട്ടിലോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആത്മാർത്ഥതയോടെ കൂടെ നിൽക്കുക. അഭിഷേകും ജാസ്മിൻ, ജിൻഡോ ഇവർ 3 കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കത്തികളും ആണ്. കൂടാതെ ഇവരെ 3 കണ്ടന്റാണ് ഒരുപാട് ചർച്ചയായിട്ടുള്ളത്. അഭിഷേകിൻ്റെ കണ്ടന്റ് മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിഷേകിൻ്റെ ഫിസിക്കൽ ഗെയിം മാത്രമാണ് അഭിഷേകിൻ്റെ ചർച്ചയായിട്ടുള്ളത്. അല്ലാതെ അഭിഷേകിൻ്റെ ഒരു കണ്ടന്റ് ചർച്ചയായെന്ന് വെച്ചാൽ അഭിഷേക് വന്ന സമയത്തൊരു വേർഡ് പറഞ്ഞായിരുന്നു, അത് തന്നെയാണ് ലോകം മുമ്പും എന്ന് വെച്ചാൽ അത്രത്തോളം ചർച്ചയായ വേറെ ഒന്നും കാര്യങ്ങളുണ്ടാവില്ല. കാരണം അത്രത്തോളം ചർച്ചയായ ഒരു വ്യക്തി തന്നെയാണ് അഭിഷേക് ഇനിയും മുന്നോട്ട് കൊണ്ടുവരിക. അടുത്ത് മുടിയൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. മുടിയൻ്റെ ഒരു മുന്നേറ്റം തന്നെയാണ്, മുടിയൻ്റെ ഒരു വലിയ മുന്നേറ്റം. കാര്യം മുടിയൻ നേരത്തെ 6ാമത് കടന്ന മുടിയനായിരുന്നു. 6ാമത് കടന്ന മുടിയൻ ചെറുനാഴികക്കിടക്കുള്ളിൽ നിന്നതുകൊണ്ട് മുടിയൻ്റെ ഒരു വലിയ മുന്നേറ്റം. 3,57,456 വോട്ടാണ് മുടിയനെ കിട്ടിയിരിക്കുന്നത്. മുടിയനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ടിക്കറ്റ് ഫിനാലെയും
ഒരു കാല് വെച്ച് നിൽക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു. അത് മുടിയൻ സെക്കൻഡ് ആണ് കിട്ടിയത്. അങ്ങനെ മുടിയൻ ടിക്കറ്റ് ഫിനാലിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടാതെ മുടിയൻ എല്ലാവരും കൂടെ എന്തോ ഒരു കൊച്ചു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു പ്രയോറിറ്റിയോ എന്തോ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ള എല്ലാവരും കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മുടിയനടുത്ത് അങ്ങനെ ആരും ഉടക്കാൻ പോകുന്നില്ല. മുടിയൻ കൊച്ചുകുട്ടിയായിട്ടോ അല്ലെങ്കിൽ എന്തോ അവരെല്ലാവരും കൂടെ ഒരു പ്രയോറിറ്റി പോലെ, അയ്യോ അവൻ അങ്ങനെയല്ല, അവൻ പാവം പോലെ പയ്യനാണ് അവർ, അതോ മുടിയനടുത്ത് കയറി ചൂടാവാൻ ഭയമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടാ. കാര്യം എല്ലാവരും ഒരു എന്താ പറയുക, എല്ലാവരുടെ അടുത്തും ശത്രുക്കളും ഇങ്ങനെ അടി ഉണ്ടാക്കുന്ന പോലെ മുടിയനടുത്ത് അങ്ങനെ ആരും അടി ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ പോകുന്നില്ല. പക്ഷേ മുടിയൻ അടി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. മുടിയൻ അടി ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്കും കരഞ്ഞ് മെഴുകിയിട്ട് മുടി ഒറ്റയ്ക്ക് കിടന്ന് കരയുന്നുമുണ്ട്. അതെന്തിനാണെന്ന് ഇന്നേ വരെ മനസ്സിലാവാത്ത ചുരുളഴിയാത്ത രഹസ്യം തന്നെയാണ്. ചുമ്മാ ഇരിക്കുന്നിടത്ത് മുടിയൻ കയറി അടി ഉണ്ടാക്കാൻ പോകും, എന്നിട്ട് മുടിയൻ തന്നെ മാറിയെന്ന് കരയും. പിന്നെ പറയുന്നത് അൺഫെയർ ഗെയിമാണെന്ന്. പിന്നെ വെറുതെ ചൂടാവുകയാണ്. ആവശ്യത്തിന് ചൂടാവാതെ അനാവശ്യ സ്ഥലങ്ങളിലൊക്കെയാണ് മുടിയൻ ഷൗട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ രാത്രി ഉറങ്ങുന്ന സമയത്താണ് കൂവി വിളിച്ച് ബഹളം ഉണ്ടാക്കുന്നത്. അങ്ങനെ അഭിഷേക് അങ്ങനെ ഋഷിയുടെ കഥകൾ പാടി പറയാൻ ഒരുപാടുണ്ട്. ഋഷിയെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഋഷി ഒരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമറല്ല. ഋഷി ഒരു ഡാൻസറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി പറയുന്നുണ്ട് ഋഷി ഡാൻസറാണെന്ന്. ഋഷി പറഞ്ഞ ഋഷി 100% കൊടുത്തിട്ടാണ് നിൽക്കണമെന്ന്. ഞാൻ പറഞ്ഞ ഋഷി 100% കൊടുക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ സഞ്ചരിച്ച ഒരു വ്യക്തി നിൽക്കുന്ന ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമല്ല ഋഷി ചെയ്യുന്നത്. ഋഷി എന്ന് വെച്ചാൽ അൻസിബായിട്ട് സംസാരിക്കുന്ന അൻസിബുള്ള സമയത്ത് പിന്നെ അത് കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അൻസിബയ്ക്ക് ഋഷി ഒരു അനിയൻ ചേട്ടാ ഇങ്ങനത്തെ ഒരു കോംബോ മാത്രമേ പോക്കും. അത് എന്തൊരു കോംബോയാണെന്ന് മനസ്സിലാവുള്ളൂ. ഇങ്ങനത്തെ ആണെങ്കിൽ അവർക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാവുന്നതാണ്. ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഇതൊരു ഗെയിമാണ്. അങ്ങനത്തെ ഒരു ഗെയിം കളിക്കണം. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ പവർ റൂമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് മാത്രം ഇതൊക്കെ രക്ഷപ്പെട്ട് ക്യാപ്റ്റനൊക്കെ ആയി മാറി ഒഴിഞ്ഞ് ആരും കാണാതെ ഒളിച്ച് പോകുന്ന രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് മുടിയൻ്റെ കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ സിബിന് വന്നപ്പം സിബിൻ ഒരു നല്ല പോരാളിയായപ്പോൾ സിബിൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. അങ്ങനെ മുടിയൻ അവരെ കൂടെ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയാണ്. അങ്ങനെ സൗഹൃദങ്ങൾ സ്ഥാപിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു സ്ട്രോങ് പ്ലെയർ മുടിയൻ്റെ അടുത്ത് കയറി ഷൗട്ട് ചെയ്യാനോ ഉടക്കാനോ അടി ഉണ്ടാക്കാനോ വരില്ല. അതുകൊണ്ടാണ് മുടിയൻ്റെ ഒരു പ്ലസ് പോയിന്റ്. സിബിൻ ഇന്നേ വരെ മുടിയൻ്റെ അടുത്ത് ഒരിക്കൽ കയറി നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് മുടിയനെ ഉറക്കി കളഞ്ഞു. അപ്പോൾ മുടിയനെ മനസ്സിലായി ഇവനൊരു യഥാർത്ഥ ഗെയിമറാണ്. ഇവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കാതെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ എന്നെ എന്താ പറയുക ചവിട്ടി താഴ്ത്തി കളയുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സിബിൻ്റെ കൂടെ നിന്ന് സിബിനെ എന്ന് പറഞ്ഞ് ചുമ്മാ കുറേ ദിവസം അങ്ങനെ സിബിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെയാണ് സിബിന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായത്. ഋഷി കാരണമല്ല, സിബിൻ്റെതായ രീതിയിലുള്ള ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ സിബിന് ഒരു വിരൽ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു. സിബിൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നു ഇതല്ല ഗെയിം, അങ്ങനെയല്ല ഗെയിം, ഇങ്ങനെയാണ് ഗെയിം, ഞാനിനിയിപ്പോൾ ലൈവ് പോകുമ്പോൾ നോക്കിയോ. പക്ഷേ ഇനി സിബിനൊക്കെ തിരിച്ചു വരാൻ പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. പോയവരെ തിരിച്ചു കൊണ്ടുവരിക എന്നൊരു ടാസ്കിലേക്കാണ് നമ്മൾ അടുത്ത് കിടക്കാൻ പോകുന്നത്. 90ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ പോയ എല്ലാവരും തന്നെ തിരിച്ചു കൊണ്ടുവരും. അതിൽ സിബിനും ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിബിനെ കൊണ്ടുവരുന്ന ചാൻസ് ചിലപ്പോൾ കുറവായിരിക്കും. ചിലപ്പോൾ സിബിന് പോവില്ലായിരിക്കാം. പക്ഷേ സിബിന് കരാറുള്ളതാണ്, സിബിന് പോയേ പറ്റൂ. കാര്യം പുറത്ത് സിബിൻ്റെ പേരും പറഞ്ഞ് ഒരുപാട് ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നതുകൊണ്ട് തന്നെ സിബിൻ പോകാനുള്ള ചാൻസ് കുറവായിരിക്കാം. പക്ഷേ അങ്ങനെ സിബിൻ പോവാതിരിക്കുമ്പോൾ അവർക്ക് അതിൻ്റേതായ കേസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. കാര്യം അവർ ഇതിൻ്റെ അകത്ത് കയറുമ്പോഴത്തേക്കും നമ്മൾ എഗ്രിമെൻ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. കാര്യം ഇത്രയും ദിവസം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കണം. അവർ ഒരു വേറെ രീതിയിലുള്ള പ്ലാറ്റ്ഫോമിൽ പോലും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഒപ്പിട്ടിട്ടൊക്കെയാണ് ഇതിൻ്റെ അത് കയറുന്നത്. അപ്പോൾ സിബിന് വന്നേ പറ്റൂ. അപ്പോൾ അവർ നിർബന്ധിക്കും. പക്ഷെ അങ്ങനെ വന്നാലും ഇല്ലെങ്കിലും സിബിൻ്റെ ഇഷ്ടമില്ല, സിബിൻ്റെ കാര്യങ്ങളാണ്. പിന്നെ സിബിന് മാത്രമല്ല എല്ലാവരും വരും. അപ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ ഋഷി നിൽക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഇനി വോട്ടിടുക. ഇനി മണിക്കൂർ മാത്രം ബാക്കി നിൽക്കേ ഋഷിക്ക് മുന്നോട്ട് കൊണ്ടുവരിക. കാര്യം 4ാം സ്ഥാനം നിൽക്കുന്ന ഋഷി സേഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിലാണ് ഋഷി നിൽക്കുന്നത്. ചിലപ്പോൾ സേഫ് ആവും, ചിലപ്പോൾ ഡേഞ്ചർ ആവാം. 4 സ്ഥാനത്താണ് നിൽക്കുന്നത്. 4, 5, 6, 7 3 പേര് പോവുകയാണെങ്കിൽ 7, 5, 6 ഇപ്പോഴും 10 പേര് കൂടുതലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ 7 പേര് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ മൊത്തത്തിലുള്ളത് നോമിനേഷൻ വന്നത് 7 പേര്. പിന്നെ അല്ലാതെ നോമിനേഷൻ ഇല്ലാത്തത് സിജോ 8, ജിൻഡോ 9, അർജുൻ 10. അങ്ങനെ മൊത്തം 10 പേരുള്ളത്. ഈ 10 പേരിൽ 5 പേര് മാത്രമാണ് ഗ്രാൻഡ് ഫിനാലോട്ട് പോകുന്നത്. 5 പേര് പോകും മുന്നേ 7 പേര് എന്തായാലും കാണും. 7 പേര് കാണും. കാര്യം 7 പേര് വെച്ച് ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് അവസാനമാണ് 5 പേരായിട്ട് അവർ ഗ്രാൻഡ് ഫിനാലോട്ട് പോകുന്നത്. 7 പേര് കാണും. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം ആരൊക്കെയാണ് 7 പേരും, ആരൊക്കെയാണ് 5 പേരും. പിന്നെ കഴിഞ്ഞ സീസണിലുള്ള സംഭവമാണ് ഒരു 80 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരാളെ പുറത്താക്കിയതിന് ശേഷം അവർ സീക്രട്ട് റൂമിൽ കൊണ്ടുവരുത്തിയതിനു ശേഷം അവരെക്കുറിച്ച് പറയുന്ന കേട്ട് അവർ പൂർവ്വത്തിൽ ശക്തിയുള്ള തിരിച്ചു വരുന്നിട്ട് അവർ അതിനെതിരെ പടപൊരുതി അതിൻ്റെ രീതിയിലുള്ള ഒരു ഗെയിം കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ സെറീനയാണ് കഴിഞ്ഞ വർഷം പോയിരുന്നത്. സെറീന പോയിരുന്നിട്ട്
സെറീന തിരിച്ചു വന്നിട്ട് ഒരു ഇമ്പാക്റ്റോ ഒരു കാര്യങ്ങളൊന്നും വലിയ രീതിയിലൊരു ഓളമോ സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെ തന്നെ അങ്ങനെ 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 പോയി. സെറീന, റനീഷ ഇവർ രണ്ടുപേരുമായിരുന്നു നല്ലൊരു കഴിഞ്ഞ വർഷത്തെ നല്ലൊരു സ്ട്രോങ് പ്ലെയർ റനീഷ തന്നെയായിരുന്നു. റനീഷ എനിക്കൂടെ സെക്കൻഡാണ് അടിച്ചത്. പക്ഷേ റനീഷ എവിടെയോ സെറീനയുടെ ഫ്രണ്ട്ഷിപ്പാണ് വാല്യൂ കൊടുക്കുന്നത്, അങ്ങനെ 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 പറഞ്ഞ് റനീഷ അതിൽ മുങ്ങിപ്പോയതാണ്. റനീഷ നേരെ കളിച്ചിരുന്നെങ്കിൽ എനിക്ക് ടോപ്പ് 1-ൽ അല്ലെങ്കിൽ ടോപ്പ് 1-ലേക്ക് നല്ല വോട്ട് കിട്ടും. റനീഷയ്ക്ക് നല്ല പേടിച്ചൊരു വ്യക്തിയാണ് എല്ലാവരും. സോ നമുക്ക് അടുത്തൊരു സായിയുടെ അടുത്തേക്ക് 6ാം സ്ഥാനമാണ്. 3,22,333 വോട്ടാണ്. സായി ഡേഞ്ചറാണ്. സായി ഡേഞ്ചർ എന്നല്ല, സായിയുടെ പൊസിഷൻ ഡേഞ്ചർ എന്നാണ് ഞാൻ പറയുന്നത്. സായിയുടെ പൊസിഷൻ വളരെ ഡേഞ്ചറാണ്. സായിയുടെ തൊട്ടപ്പുറത്തേക്ക് നന്ദനയാണ്. അതുകൊണ്ട് സായി നന്ദന വളരെ വളരെ ഡേഞ്ചർ സോണിൽ തന്നെയാണ് പറയുന്നത്. നന്ദന എന്നാണ് എൻ്റെ വിശ്വാസം 7ാം സ്ഥാനം. ആ സിസ്റ്റത്തിൽ നോക്കിയില്ല, സിസ്റ്റം വന്നുകൊണ്ടിരിക്കുള്ളൂ കേസ്. അപ്പോൾ അടുത്ത 7ാം സ്ഥാനം സായി. ഇനി മണിക്കൂർ മാത്രമാണ് ബാക്കി. എനിക്ക് തോന്നുന്നു 2-3 പേരൊക്കെ പോവുകയാണെങ്കിൽ ഈ ആഴ്ച സായി പോകും, യാതൊരു മാറ്റമില്ല. കാര്യം ഇനിയിപ്പോൾ എങ്ങനെ പോയാലും 13, 12, 1, 2, 3, 4, 5, 6, 7, 8, 10 മണിക്കൂറോളം ഉണ്ട്. നിങ്ങൾക്ക് സായിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഇനിയും 10 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുക. സായിയെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ വോട്ട് നൗ ചെയ്യുക. ഹോട്ട്സ്റ്റാർ കയറി സായി നിൽക്കണമെങ്കിൽ സായിയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിർത്തുക. സായി ഒരു കണ്ടന്റ് ആണെന്ന് വെച്ചാൽ സായി ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറയുന്ന കാര്യം തന്നെ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ട് അതങ്ങനെയല്ല, ഇവർക്ക് ഇങ്ങനെ ചെയ്തുകൂടെ, അതെങ്ങനെയാണ്, ഇത് ഇങ്ങനെയല്ലേ എന്നൊക്കെ സായി ഇരുന്ന് ഈ എമ്പക്കോണ് കഥ കണക്കിന് രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ സായി ഒറ്റയ്ക്ക് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പോയപ്പോൾ സായി അതിൻ്റെ അകത്തുനിന്ന് യാതൊരു ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഗെയിം കളിക്കുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ഗെയിമിലും ഗെയിം കളിക്കുന്നുണ്ട്, അതിൻ്റേതായ സ്പോർട്സ് സ്പിരിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ സായി എന്നൊരു വ്യക്തി, നമ്മൾ കാറിൽ കണ്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഫയർമാൻ, അൺസ്റ്റോപ്പബിൾ ഫയർമാൻ, അൺസ്റ്റോപ്പബിൾ അങ്ങനെ തന്നെ പറയാം, അൺസ്റ്റോപ്പബിൾ മാക്സ് ഫയർമാൻ എന്ന് തന്നെ പറയാം. പക്ഷെ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. സായി എന്ന വ്യക്തിയെ ഈ ഹൗസിൻ്റെ അത് കയറിയപ്പോൾ സായി എന്ന വ്യക്തി തീർച്ചയായും യാതൊരു തരത്തിലുള്ള ഗെയിം അറിഞ്ഞില്ലാത്തൊരു വ്യക്തി അതിൻ്റെ അത് കയറുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് സായി എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാറിനകത്തിരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതും അല്ലാതെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതും സായി വരണം. ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിയ പകുതി പേരും നിങ്ങൾക്ക് ഇനി അടുത്ത ആര് വരണമെന്നാണ് ആഗ്രഹം, ആര് വരണം. അപ്പോഴും ഒരുപാട് പേര് പറയുന്ന വ്യക്തിയുടെ പേരാണ് സായി. പക്ഷെ അങ്ങനെ വ്യക്തി ഒരു വന്നതിന് ശേഷം വളരെ നിരാശയാണ് ജനങ്ങൾക്കും പ്രേക്ഷകർക്കും സായി ഫാൻസിനും ഉണ്ടാക്കിയത്. കാരണം എന്താ വെച്ചാൽ സായി ഒരു ഗെയിമല്ല, സായിയുടെ ഒരു ഫയർ കണ്ടിട്ടില്ല. സായിയുടെ എന്ന് വെച്ചാൽ സ്പോർട്സ് സ്പിരിറ്റിൽ ഗെയിം ആസ്വദിച്ച് പോകുന്നതല്ലാതെ സായി ഒരു ഫയറായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സായി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വലിയ ഫൈറ്റോ കാര്യങ്ങളോ അതിനൊന്നുമല്ല. ഞാൻ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മനുഷ്യരായിട്ട് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്ന റിനോഷിനെ പോലെയാണ് സായിയുടെ ഒരു വേവ് ലെങ്ത്. ആരുടെ തടി ഉടക്കുകയോ ഫൈറ്റ് ഉണ്ടാക്കുകയോ ചീത്ത വിളിക്കുകയോ ബഹളമോ അങ്ങനെയൊന്നുമില്ല. തൻ്റെ കാര്യങ്ങൾ നോക്കി ബാക്കിയുള്ളവർ ചിരിച്ച് ആക്കെ ശരി അങ്ങനെയാണല്ലോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. അല്ലാതെ സായി ഇത്ര ദിവസമായിട്ട് വന്നിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഫൈറ്റ് ഒരാളടുത്ത് കയറി മുഖം കറുപ്പിച്ച് പറയുക അങ്ങനെയല്ല ഇങ്ങനെയാണ് നിനക്കെന്ത് ഗെയിം കളിച്ചൂടെ. സായി ആകെ സായിക്ക് വാണിങ് കിട്ടിയെന്ന് വെച്ചാൽ സായി കയറിയപ്പം തൊട്ട് പറയുന്നു ജാസ്മിൻ്റെ വീട്ടിൽ കേട്ടില്ല, ജാസ്മിന് ഭയങ്കര വിഷയമൊക്കെയാണ്, അത് ജാസ്മിൻ്റെ ബാപ്പ പറഞ്ഞു വിട്ടതെന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്ക് തന്നെ തെളിഞ്ഞ കാര്യമാണ്. ജാസ്മിൻ്റെ ബാപ്പ പറഞ്ഞ കാര്യം അതുപോലെ തന്നെയാണ് ആരാ പറഞ്ഞിരിക്കണം, സായി അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാണിങ് കൊടുത്തതിന് ശേഷമാണ് സായി മിണ്ടാതിരുന്നത്. സോ ഗൈസ്, നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സായിയുടെ നമ്മൾ പലരെയും ചിന്തിക്കും ഇവരാവും പോയി കഴിഞ്ഞാൽ നല്ല കിടിലായിരിക്കും, അങ്ങ് പോയി കഴിഞ്ഞാൽ കത്തിക്കുന്നു. പക്ഷേ സായി പോയപ്പോഴാണ് മനസ്സിലായത് സായിയുടെ ഗെയിമും സായി ഭാവമായി പോയെന്ന്. യാതൊരു തരത്തിലുള്ള ഗെയിമും ഇമ്പാക്റ്റോ ഒന്നും ഇല്ലാതെ തന്നെയാണ് സായി ഇപ്പോൾ നിൽക്കുന്നത്. കാരണം സായി ഇനി ഗ്രാൻഡ് ഫിനാലോട്ട് പോകണമെങ്കിൽ ടോപ്പ് 5 പോകണമെങ്കിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വൈൽഡ് കാർഡ് എൻട്രി വഴിന്നിട്ട് അവിടെ ഉള്ളവരെ ഗെയിം കളിപ്പിക്കും, അവിടെ ഉള്ളവരെ ഗെയിം ചേഞ്ചറാക്കും, താൻ അവിടെ ബിഗ് ബോസ് ആയിട്ട് ബാക്കിയുള്ളവരെ ഗെയിം കളിപ്പിക്കുമെന്ന് പറഞ്ഞൊക്കെയാണ് സായി പോയത്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു ഗെയിം കളിപ്പിക്കലോ ഗെയിം കളിയായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു മൈൻഡ് ഗെയിമറോ അല്ലെ ഒരു ഗെയിം യാതൊരു തരത്തിലുള്ള ഗെയിമും ഇല്ലാതെയാണ് സായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സായിയുടെ ഗ്രാഫിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, സായിയുടെ ഗ്രാഫ് കാറിൻ്റെ അതിരുന്നപ്പോഴത്തേക്കും പറക്കുമായിരുന്നു, 4 ചിറക് വെച്ച് ആകാശത്തൂടെ പറക്കുമായിരുന്നു. പക്ഷേ സായി ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്കും സായി സപ്ലി എയർ ഫുൾ അപ്പോഴും പറക്കുക തന്നെയാണ്. പക്ഷേ അത് ട്രോളുകൾ കൊണ്ട് സായിയുടെ ഊക്കുകൊണ്ട് സായിയെ ഊക്കിയാണ് എയർ കേടുന്നത്. ഫോർ എക്സാമ്പിൾ സായിയുടെ ഭാര്യ തന്നെ കാരണമായിട്ട് നോക്കുകയാണ്, പല മുഖങ്ങളിലായിട്ട് സായി വരുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമെന്ന് നോക്കുന്നു, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല സായി. അപ്പോൾ സായി എല്ലാ ഭാഗത്തും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മനുഷ്യനായി അകത്തിരുന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി ഇതല്ല ലോകം, അതാണ് ലോകം എന്ന് പറയുന്ന സായി ഒരു മനുഷ്യനായതുകൊണ്ട് നമുക്ക് നല്ലൊരു മനുഷ്യന് വേണ്ടി 2 നിമിഷം പ്രാർത്ഥിക്കാം.
സോ ഗൈസ്, സായി നല്ലൊരു മനുഷ്യനായി മാറിയിരിക്കുകയാണ്. കാര്യം ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഓരോരുത്തരും വരുമ്പോഴെന്ന് വെച്ചാൽ ഓരോ ചേഞ്ചുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു പുതിയ മനുഷ്യനായിട്ടാണ് പുറത്തിറങ്ങുന്നത് ലാലേട്ടൻ പറയുന്നത്. അങ്ങനെ സായി പുതിയ മനുഷ്യനായെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ തെറ്റുകളൊക്കെ മനസ്സിലായിട്ടാണ് സായി പുറത്തിറങ്ങുന്നത്. അതായത് ഇനി ഇതൊക്കെ മാറിയ ശേഷം ഒരാഴ്ച മാത്രമായിരിക്കും അവർ ഇത് പിന്നീട് കാറിനകത്ത് കയറിയിട്ട് അണ്ണം വന്നു വണ്ണം വന്നിട്ടാണ് സൊള്ള എന്ന് പറഞ്ഞ് BGM ഒക്കെ ഇട്ടിട്ട് സായി പിന്നെയും തുടങ്ങുമെന്ന് അറിഞ്ഞൂടെ. തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും സായി ബിഗ് ബോസ് എന്ന ഷോയെ സത്യം പറഞ്ഞാൽ സായി കയറിയത് വെറും ഒരു എന്താ പറയുക, ഒരു വേസ്റ്റ് ഷോ ആയി പോയി. കാര്യം സായി കയറുന്നത് ഒരു വേസ്റ്റ് ആയി പോയി. സായി ഗെയിമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറുതെ സൈഡിൽ കിടന്നിരിക്കുന്ന അങ്ങനെ ഇങ്ങനെ നടക്കുന്നത്. അത് മാത്രമാണ് സായിയുടെ ഒരു സായി ഭാവം എന്ന് എനിക്ക് തോന്നുന്നു. സായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ പോയി വോട്ട് എടുക്കുക. ബൈ. സോ നെക്സ്റ്റ് നമുക്ക് നോറ എടുത്ത് പോവാം. നോറയാണ് മുന്നിൽ. 5-ാം സ്ഥാനം 3 ലക്ഷം വോട്ടാണ്. ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട്, ചേട്ടാ നോറയെ ഔട്ടാക്കാൻ പറ്റും, നോറയെ ഔട്ടാക്കാൻ പറ്റുമെന്ന്. എൻ്റെ ചോദ്യം ഇതാണ്, നോറയെ ഞാനാണ് ഔട്ടാക്കുന്നത് അല്ല, ഇത് ബിഗ് ബോസ് ആണ് ഔട്ടാക്കുന്നത്. നോറയെ ഔട്ടാക്കണം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇത്രയും പേര് കമൻറ്റ് ഇട്ടപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു കള്ളത്തരം ചെയ്യാം. 7-ാം സ്ഥാനമാണ് നോറ, 3-ാം സ്ഥാനം 5-ാം സ്ഥാനം വേറെ ഒരാൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റിക്കുന്ന രീതിയില്ല. പക്ഷെ അങ്ങനെ ഞാൻ പറ്റിച്ചാലും ഈ അവസാനം ആകുമ്പോഴത്തേക്ക് ഇത് ആര് പുറത്താവും നോക്കുമ്പോഴത്തേക്ക് അവരെ പോള്. കാര്യം നോറയ്ക്ക് വോട്ടുള്ളതുകൊണ്ടാണ് നോറ 5-ാം സ്ഥാനം നിൽക്കുന്നത്. 7, 6, 5 ഈ 3 പേരും ഡേഞ്ചർ സോണിൽ തന്നെയാണ്. നോറ ഡേഞ്ചറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ ഡേഞ്ചറാണ് നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിൽ നോറയും പോകും. പക്ഷേ നോറയ്ക്ക് ഇത്തിരിത്തോളം വോട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തികളും യാതൊരു ബന്ധവുമില്ലെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അതിന് നമ്മൾ ഈ KGF സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട്. KGF നമ്മൾ ആദ്യം കാണുമ്പോൾ മനസ്സിലാവില്ല, രണ്ടാമത് കാണുമ്പോൾ മനസ്സിലാവില്ല, മൂന്നാമതൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആ കഥ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ നോറ ഒരിക്കൽ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവില്ല, രണ്ടാമത് പറയുമ്പോൾ മനസ്സിലാവും, മൂന്നാമത് നാലാമത് പറയുമ്പോഴൊക്കെയാണ് നോറ പറഞ്ഞതിലും ഇവിടേക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. ചില സമയത്തൊക്കെ നോറ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള. ഫോർ എക്സാമ്പിൾ ഈ ജിൻഡോയും അതുപോലെ തന്നെയാണ് ഗബ്രിയും വന്ന സമയത്ത് ഇവർ രണ്ടുപേരുള്ള ചീത്തവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് മുട്ടുന്ന ചീത്തവിളി, പരസ്പരം ചീത്തവിളി. അപ്പോൾ സായി പറയണെന്തോ ഒരു പാട്ടുണ്ട്, എന്തോന്ന് ഇങ്ങനെ ഗബ്രി പാടിക്കൊണ്ടിരിക്കും, എന്തോ കാട്ടിയില്ലേ മൈനെ പാട്ട് പാടിപ്പി അങ്ങനെ എന്തോ ചോദിക്കുക. അപ്പോൾ ഇത് ജിൻഡു ആണെങ്കിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഇതിൻ്റെ ഇങ്ങനെ ചീത്ത വിളിക്കുക. വീട്ടിലുള്ളവരെ അല്ലാത്തവരെല്ലാം ജിൻഡു ചീത്ത വിളിക്കുക. കാര്യം ഇവർ രണ്ടുപേരും അത്രത്തോളം ചീത്ത വിളിയായിരുന്നു. ഈ ചീത്ത വിളി സഹിക്കാൻ വയ്യാതെ ഞങ്ങളെല്ലാവരും കൂടെ കമൻറ്റ് ബോക്സുകളിൽ കമൻറ്റ് ഇടുകയാണ്, ഇത്രയും ചീപ്പായ പരിപാടി നമുക്ക് കാണാൻ പറ്റുന്നില്ല, കാര്യം കുട്ടികൾക്ക് കാണാൻ പറ്റില്ല, അത്രത്തോളം ചീത്ത വിളിയായി. ആ ചീത്ത വിളിയാണെങ്കിൽ ബീപ്പ് ചെയ്യാതാണ് ചിലർക്ക് കേൾക്കുന്നത് പോലും. അങ്ങനെ കേട്ടിട്ടാണ് അത്രത്തോളം നമുക്ക് എന്ന് വെച്ചാൽ TV വെച്ച് കഴിഞ്ഞാൽ ഒരു ഏഷ്യൻ്റെ എന്നൊരു വലിയ ചാനലിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന പരിപാടിയല്ല ഇത്. കാര്യം ഇത്രത്തോളം ചീത്തകൾ, ഇത്രയും നിലവാരം കുറഞ്ഞ കണ്ടസ്റ്റൻ്റ് ആയിപ്പോയി ജിൻഡോയും അതുപോലെ തന്നെ ഗബ്രിയും. പിന്നീട് അവരെ ഇവിടെ നിൽക്കണോ പോകണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടാ ഇവർക്കൊരു വാണിംഗ് കൊടുക്കണം, അവർ നന്നായിക്കൊള്ളും എന്നാണ് പറഞ്ഞത്. അപ്പം നോറ മാത്രമാണ് എണീച്ച് ഇതിൻ്റെ ശബ്ദം ഉയർത്തി പറഞ്ഞത്, അവർ ലാലേട്ട ഇവരെ പുറത്താകണം, ഇവർ നന്നാവും എന്ന് പറയും, ഇവർ ആരും കൊച്ചുകുട്ടികളൊന്നുമല്ല, ഇവർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞെടുത്ത് നിന്ന് എതിർത്ത് പറഞ്ഞ് അതൊരു കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പോലും അവരെ പുറത്താക്കാതെ അവരെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ അവരെ തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ പോലും പാവികൾക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവർക്ക് ഒരു അവസരം കൊടുത്ത് അവർ രണ്ടുപേരും നല്ല രീതിയിൽ, അതിനുശേഷം ഇന്ന് അവർ ആരെയും പട്ടിയെന്നോ ബോഡിയെന്നോ വാടിയെന്നോ ഒന്നും വിളിച്ചിട്ടില്ല. രണ്ടുപേരും നല്ല രീതിയിലാണ് ഗെയിം കളിച്ചത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഗബ്രിയെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഗബ്രി ഔട്ടായിട്ടുണ്ട്. ജിൻഡു എന്ന വ്യക്തിയെ പിന്നെ ജിൻഡു ചീത്തയോ കാര്യങ്ങളൊന്നും വിളിക്കുക, ജിൻഡു ഇപ്പോഴും നിലനിൽക്കുന്നു. സ്റ്റിൽ എനിക്ക് തോന്നുന്നു എല്ലാ ഗെയിമും എടുത്താൽ മനസ്സിലാവും, എല്ലാ ഗെയിമിലും ആദ്യം ഔട്ടാക്കുന്നത് നോറയായിരിക്കും. സിജോയുടെ ടാർഗറ്റ് നോറയാണ്. അവിടെ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും ഇന്നലെ പഞ്ചിയുള്ളതെന്ന് വെച്ചാൽ ആദ്യം സിജു ഒരു മുട്ടായി കഴിച്ചിട്ട് അതൊരു മുട്ടായി വേറെ ആക്കി എറിഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് സിജോ ഞാൻ ആദ്യം നോറയ്ക്ക് കുത്തുന്നു എന്ന് പറഞ്ഞു പോകുന്നു. അത് സിജു അവിടെ ഒരു മാസ് കാണിച്ചാണ്, സാദുദ്രസ എന്ന് പറഞ്ഞ സിജു അവിടെ ഒരു മാസ് കാണിച്ചിട്ട് സിജു അടുത്ത് അങ്ങനെ നോറ ഔട്ടാക്കിയിട്ട് ആ മാസിൽ തന്നെ ഒരു ഓട്ടം എടുത്തിട്ട് ഒരു സ്റ്റാമ്പ് എടുത്തിട്ട് അടുത്ത് ജാസ്മിൻ ഇങ്ങനെ പഞ്ച് ചെയ്യാണ്. ഈ പഞ്ച് ചെയ്യണത് ജാസ്മിൻ ഒന്ന് പഞ്ച് ചെയ്യുമ്പം ജാസ്മിൻ തിരിച്ച് കാണിച്ച മാസം ഒന്നും രക്ഷയില്ല. ജാസ്മിൻ ആകെ മൊത്തം എടുത്തുകൊണ്ട് പോയിട്ട് സിജു പോലും വിചാരിച്ച ഇത്രത്തോളം കുത്തുവന്നു. ലാസ്റ്റ് സിജോയ്ക്ക് ഗതികെട്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തി ഇങ്ങനെ പഞ്ച് ചെയ്ത് സിജോയും ജാസ്മിന് പുറത്തായിട്ടുണ്ട്. എന്നിട്ട് സിജോ പറയാണ് അപ്പം അങ്ങനെയല്ല അതിങ്ങനെയാണ്, ഇത് സിജോ പറഞ്ഞാൽ മനസ്സിലായി നീ ഔട്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞാണ് കോമഡി, ജാസ്മിൻ പുറത്തായിട്ടുണ്ടെങ്കിൽ സിജോയും തൊട്ടടുത്ത് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞത് തന്നെയാണ് മാസ്. യാതൊരു തരത്തിലും മാറ്റമില്ല. കാര്യം സിജോ ഔട്ടാക്കാൻ നോക്കിയത് നോറെ, അങ്ങനെ നോറ ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ സിജോ അടുത്ത് ഔട്ടാക്കാൻ നോക്കിയ ആരെ? ജാസ്മിനെ. പക്ഷേ ജാസ്മിൻ ഒറ്റയ്ക്കല്ല പോയത്, സിജോയും കൊണ്ടാണ് വന്നത്. അതാണ് മാസ്.
അപ്പം നോറ അത് കൂടെ ചെയ്യാം. പക്ഷേ നോറ പോകുമ്പോഴത്തേക്കും ഈ മുടിയിനൊക്കെ പിടിച്ച് തള്ളുന്നു. അങ്ങ് എന്ന് വെച്ചാൽ അത് ഫിസിക്കൽ അസോൾട്ടാണ്. അങ്ങനെയൊന്നും പിടിച്ച് തള്ളാൻ പാടില്ല. പക്ഷേ അവർക്കത് എന്ന് വെച്ചാൽ ഈ ബോഡി തട്ടാത്ത രീതിയിലൊക്കെ എന്ത് വേണം കവർ ചെയ്യാം. അല്ലാതെ ഒരാൾ വരുമ്പോൾ അവരെ കയ്യിനൊക്കെ പിടിച്ച് തള്ളേണ്ടതെന്നൊക്കെ ഒന്നുമല്ല. നോറ പല സ്ഥലത്ത് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിലൊക്കെ തന്നെയാണ്. നോറ അതുകൊണ്ടാണ് സ്റ്റിൽ നിൽക്കുന്നത്. നോറയുടെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രഷർ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ നോറ ഒരുപാട് പേരെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നു അങ്ങനെയൊക്കെ പറയുന്നുള്ളതുണ്ടെങ്കിൽ പോലും നോറ ഇനിയും വിജയങ്ങൾ കീഴടക്കട്ടെ എന്ന് തന്നെ പറയുന്നു. ഒന്നാമത്തെ കാര്യം, നോറ പറയുന്നത് പലർക്കും മനസ്സിലാവുന്നില്ല പോലും നോറ ചില സമയത്ത് പറയുന്നത് ആർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചില ഗെയിമുകൾ നോറ കളിക്കുന്നത് വെൽ പ്ലാൻ ആയിട്ടാണ് നോറ കളിക്കുന്നത്. കാര്യം ഇത് പുറത്ത് പോയാൽ ചർച്ചയാകും. ചില കാർഡുകളൊക്കെ നോറ ഇടുന്നത് അത് ചർച്ചയാക്കാൻ വേണ്ടി തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നന്ദനയും ജാസ്മിനും തമ്മിലൊരു ഫൈറ്റ് കിടക്കുമ്പോഴത്തേക്ക് ആ നടുക്ക് വന്ന് ചിരിക്കുമ്പോഴത്തേക്ക് നോറയ്ക്ക് തോന്നിക്കാണും ഞാനിത് ചിരിക്കുമ്പോൾ പുറത്ത് നല്ല രീതിയിലുള്ള പാട്ട് പോലുള്ള അങ്ങനെ 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 ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചായിരിക്കും നോറ ഒരു ക്യൂട്ട്നെസ് ഒക്കെ വാരിയിട്ടത്. പക്ഷേ അത് എത്രത്തോളം സക്സസ് ആയെന്ന് വെച്ചാൽ അത് വളരെ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് നോറ തന്നെയാണ് ഒറ്റപ്പെട്ട സ്ട്രാറ്റജി മൂവ് എടുക്കുന്നത്. കാര്യം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയിരിക്കും. അപ്പോൾ നോറ വന്നിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അപ്പോഴാണ് എണീച്ച് പോകുന്നത്. അത് അങ്ങനെ പോകുന്നതാണോ അത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരൊക്കെ പോയതിനു ശേഷം നോറ ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാമറ നോക്കി പറയും, ബിഗ് ബോസ് എനിക്ക് ആരും സംസാരിക്കില്ല, ആരും കൂടില്ല, ഞാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും എണീച്ച് ഓരോ സൈഡിലായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് നോറ തന്നെയാണ് കരയുന്നത്. ചിലപ്പോൾ അത് നോറയുടെ കാർഡാണോ എന്ന് നമുക്കത് പിന്നീട് മനസ്സിലാക്കാൻ പറ്റുന്നത്. 50 ലക്ഷവും ഒരു കപ്പും വേണ്ടി ആ ബിഗ് ബോസിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് മനുഷ്യത്വമോ സ്നേഹമോ പിന്നെ സൗഹൃദ ബന്ധങ്ങളോ ഒന്നുമില്ല. ബാക്കിയുള്ളവനെ നമുക്ക് എത്രത്തോളം വോട്ടുണ്ടോ അവനെ എങ്ങനെയും ചവിട്ടി താഴ്ത്തണം എന്ന് മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത് വിചാരിക്കുന്നത്. പിന്നെ അതിൽ ചുരുക്കം ചിലർ മാത്രമാണ് മനുഷ്യത്വം കാണിച്ച് അയ്യോ അതല്ല ഗെയിം, ഇതാണ് ഗെയിം എന്ന്, നീയും എൻ്റെ കൂടെ വന്നു, നീ ഒരുമിച്ചില്ല, നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞ് ചിലർ മാത്രമാണ് കൈകൾ കോർക്കുന്നത്. അല്ലാത്തവരെല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്നിട്ട് രാത്രി ഉറക്കമില്ലാത്ത രീതിയിലുള്ള ചർച്ചകളാണ്. നാളെ എന്ത് കണ്ടന്റ് പോവാം, നാളെ എങ്ങനെയൊക്കെ സംസാരിക്കും, നാളെ എങ്ങനെയൊക്കെ രീതിയിലുള്ള മൂവുകൾ ചെയ്യാം. നോറ കൂടുതലും സംസാരിക്കുന്നത് ലാലേട്ടൻ ഒരു ദിവസങ്ങൾ മാത്രമേ നോറ സംസാരിക്കുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വേറെ ആരും സംസാരിക്കില്ല. അന്ന് നോറ മാത്രം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നോറയ്ക്ക് അറിയാം ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അടുത്ത് പറയാം. ബാക്കി ഇപ്പം അല്ലാതെ നോറ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് നോറയെ അറ്റാക്ക് ചെയ്യാൻ വരും. ഇത് ലാലേട്ടൻ എന്നൊരു വ്യക്തി ഉള്ളപ്പോഴത്തേക്കും ലാലേട്ടൻ്റെ അടുത്ത് എല്ലാവരും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് നോറയുടെ അടുത്ത് ആരും ഫൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും പോകുന്നില്ല എന്ന് നോറ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നോറയുടെ ഗെയിമും കാര്യങ്ങളും. കൂടാതെ നോറ ഗ്രാൻഡ് ഫിനാലിലോട്ട് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി 50-50% ആണ്. ചിലപ്പോൾ പോകാം, ചിലപ്പം പോകാതിരിക്കാം. പക്ഷേ നിങ്ങളുടെ വോട്ടിൻ്റെ ബലത്തിലാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ വോട്ടിംഗ് ആണെങ്കിൽ നോറ പോകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. കാര്യം 5ാം സ്ഥാനം 3 ലക്ഷം ഉണ്ട്. ഈ 3 ലക്ഷം എന്ന് പറയുന്നത് നോറ സ്വന്തമായിട്ട് കളിച്ച് നേടിയതാണ്. യാതൊരു ഫാൻ ബേസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പോയ ഒരാളുടെ വോട്ടോ അങ്ങനെയൊന്നും കിട്ടില്ല. കാര്യം പുറത്ത് പോയ എല്ലാം തന്നെ നോറയുടെ ശത്രുക്കൾ മാത്രമായിരുന്നു. നോറയുടെ മിത്രങ്ങൾ ആരുമില്ല. നോറ പിന്നെ അവരുടെ താരത്തും അങ്ങനെ വലിയ കമ്പനിയോ കാര്യങ്ങളോ ഇല്ലേയും തന്നെ. കൂടാതെ ഈ 3ാം സ്ഥാനം 3 ലക്ഷം 5ാം സ്ഥാനമാണ് നിൽക്കുമെങ്കിൽ പോലും ഇനി മണിക്കൂർ മാത്രമേ ബാക്കി. നോറയ്ക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയ മുന്നോട്ട് കൊണ്ടുവരിക. കൂടാതെ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ടോപ്പ് 5 ആരൊക്കെ വരണമെന്ന് കമൻറ്റ് ചെയ്യുക. ഈ സീസണിൽ കപ്പ് ആര് കൊണ്ടുപോകുമെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ ജിൻഡോ, ജാസ്മിൻ, സിജോ, ശ്രീതു, അർജുൻ ഇവർ ഇത്രയും പേരാണ് കപ്പ് കൊണ്ടുപോകാൻ അർഹതപ്പെട്ടവരും അത്രത്തോളം കണ്ടന്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത്. സിജോ അടികിട്ടി പോയില്ലെങ്കിലും എന്തെങ്കിലും നടത്തേണ്ടതാണ്. അടുത്ത നമ്മൾ ശ്രീധുവിൻ്റെ അടുത്തേക്ക് കഴിയാം. ശ്രീധു 3ാം സ്ഥാനമാണ്. ഈ 5 ലക്ഷം വോട്ട് 2.5 ലക്ഷത്തോളം കൂടുതൽ വോട്ടും വന്നിരിക്കുന്നത് അർജുനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കാര്യം ഇവർ ഒരു കോംബോയാണ്. അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. പല കോംബോകൾ വരും, പല കോംബോകൾ വർക്കാവും, പല കോംബോകൾ ചീറ്റി പോകും. പക്ഷേ ഇവരുടെ കോംബോകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ അത് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ആ കോംബോ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം അവരൊരു ഫ്രണ്ട്ഷിപ്പ്, അവരൊരു ക്യൂട്ട്നെസ്, അവരുടെ ചിരിയും കളിയും ബഹളവും അങ്ങനെയൊക്കെ അത് വാട്സപ്പ് സ്റ്റാറ്റസുകളുടെയും ഫേസ്ബുക്കിൻ്റെയും ലോകത്തേക്ക് അവരെ വിളിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ ഗെയിമിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ ഗെയിം എന്ന് വെച്ചാൽ വളരെ 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 മോശം ഗെയിം എന്ന് വെച്ച് തന്നെ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമിൽ ശ്രീധു അങ്ങനെ ഫുൾ എഫർട്ട് എടുത്തുകൊണ്ട് ഗെയിമിൽ ഓക്കെയാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞാൽ ഒരു ഫൈറ്റ് വരുമ്പോഴത്തേക്കും ശ്രീധു ചില സമയത്തൊക്കെ പിന്നോട്ട് വലിക്കുന്നുണ്ട് കാഴ്ചകൾ കാണുന്നത്. പിന്നെ ആൾക്കാർ കൂടി നിൽക്കുകയാണെങ്കിൽ അവരെ കൂടെ നിന്നിട്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോലും ശ്രീധുവിൻ്റെ ശബ്ദങ്ങൾ ഉയർത്ത് കേട്ടിട്ടില്ല. ഈ 80 ദിവസത്തിൽ ശ്രീധുവിൻ്റെ ശബ്ദം ശ്രീധു ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരെയും ഒന്ന് പിടിച്ചിരുത്തി ശ്രീധു അങ്ങനെ ചെയ്തിട്ടില്ല. ശ്രീധു ഒരു ക്യാപ്റ്റനായിട്ട് പോലും ശ്രീധുവിനെ കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടകരമായ വിഷമം. പക്ഷേ അന്നത്തെ ക്യാപ്റ്റൻസി വളരെ രസകരമായ രീതിയിൽ പോയി എന്ന് തന്നെയാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. കൂടാതെ ശ്രീധുവിനെ നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ ശ്രീധു ടോപ്പ് 5 വരണം, ടോപ്പ് ഗ്രാൻഡ് ഫിനാലിലേക്ക് വരണമെന്ന് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? ഹോട്ട്സ്റ്റാർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ടിട്ടതെന്ന് പറയണം. ടോപ്പ് 5 ആരൊക്കെ വരും എന്ന് പറയണം. ശ്രീധു വരുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ശ്രീധുവിൻ്റെ നല്ലൊരു ഗെയിമർ തന്നെയാണ്. ഞാൻ യാതൊരു തരത്തിലുള്ള ഒന്നും പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശ്രീധുവിൻ്റെ ഒരു
എന്താ പറയുക, ഈ ഗെയിം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഗെയിം ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം, ശ്രദ്ധിച്ചോട്ടോ നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇതേ ഒരു കോംബോ ചിലപ്പോൾ അത് ഗെയിം ആയിരിക്കും, ആ ഗെയിം സക്സസ് ആവുന്നത് കൊണ്ട് തന്നെയാണ് അർജുനും ശ്രീതും നിലനിൽക്കുന്നത് സ്റ്റിൽ. അർജുൻ ഒരുപാട് പ്രാവശ്യം നിന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ റൂം ഉള്ളത് കൊണ്ടാണ് അർജുൻ അതിലൊക്കെ ഒളിച്ചൊളിച്ച് ഇങ്ങനെ നിന്ന് പോയത്. അല്ലെങ്കിൽ പവർ റൂം ഇല്ലെങ്കിൽ എത്ര പേര് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരുപാട് പേര് പോകേണ്ടതാണ്. പക്ഷേ ശ്രീതു പവർ റൂമിൽ ഇന്നേ വരെ കയറിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ശ്രീതു ഒരുപാട് നോമിനേഷൻ വരുമ്പോഴും മക്കളെ ജയിപ്പിച്ച് മക്കളെ താങ്ക് യു മക്കളെ എന്ന് പറഞ്ഞതിന് ശ്രീതു കാര്യം ഒരുപാട് പേർക്ക് ശ്രീധുവിന് ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീധുവിന് ഇപ്പോഴും സ്റ്റിൽ ശ്രീധു നിൽക്കണം എന്ന് പറയുന്നത്. കൂടാതെ ടോപ്പ് 5 വരുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. ശ്രീധു വരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രീധുവിന് വോട്ട് ചെയ്യുക. ഇപ്പം സേഫ് ആണെന്ന് ചോദിച്ചാൽ ശ്രീധു സേഫ് തന്നെയാണ്, യാതൊരു മാറ്റവും കാര്യം ഈ ആഴ്ച ശ്രീധു സേഫാണ്. ഇനി 10 മണിക്കൂർ ബാക്കിയുണ്ട്. 10 മണിക്കൂർ ബാക്കിയുണ്ടെങ്കിൽ എന്തെങ്കിലും മിറാക്കൾ സംഭവിച്ച് ശ്രീധു ഒന്നെങ്കിൽ 1-ാം സ്ഥാനത്തേക്ക് ചെല്ലട്ടെ, അല്ലെങ്കിൽ ശ്രീധു താഴോട്ട് പോട്ടെ. എന്നാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി ആരൊക്കെ വീഴും, ആരൊക്കെ മുന്നോട്ട് പോകുന്നു. ശ്രീധു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരുമല്ല അടുത്ത് വരാൻ പോകുന്നത് നന്ദനയാണ്. ലാസ്റ്റ് പെർസെൻറ്റേജ് നന്ദന തന്നെയാണ്. അപ്പം ഏറ്റവും അവസാനത്തേക്കാണ് ഞാൻ പോകുന്നത്. ശ്രീധുവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ശ്രീധുവിൻ്റെ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ശ്രീധു ഇപ്പോഴും സ്റ്റിൽ. അല്ലാതെ ശ്രീധു ഒരു ഗെയിമറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഗെയിമറില്ല. ശ്രീധുവിൻ്റെ ഒരു പൊട്ടിത്തെറി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ ശ്രീധു ഒരു പൊട്ടിത്തെറിച്ചിട്ടില്ല. ആകെ സംസാരിച്ചെന്ന് വെച്ചാൽ കോംബോ ഡ്രാമ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങനെയല്ല, അവരും കോംബോ ഡ്രാമ ചെയ്യാനുണ്ടാക്കി, അപ്പോൾ അവർക്ക് പറ്റിയില്ല. അങ്ങനെയാണെന്ന് പറഞ്ഞ് ശ്രീധു ഒരു പൊട്ടിത്തെറിച്ച് അങ്ങനത്തെ പൊട്ടിത്തെറി ശ്രീധു 1-ാം ദിവസം തൊട്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വന്നിരുന്നെങ്കിൽ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്കും ചെറിയൊരു ജാസ്മിൻ പോലെ ഒരായി മാറി തന്നെ ശ്രീധു. പക്ഷേ ശ്രീധു തന്നെയായി മാറിപ്പോയി. അതാണ് പ്രശ്നം. ജാസ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും അവൻ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്രീധു അങ്ങനെയല്ല. ശ്രീധു പെട്ടെന്ന് അങ്ങ് സംസാരിച്ചിട്ട് ശ്രീധു ഒന്ന് പോവുകയാണ്, വലിയ രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് സങ്കടം വരികയും പെട്ടെന്ന് കരയുന്ന കുട്ടിയാണ് ശ്രീധു. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അതൊരു വീക്ക് പോയിൻ്റാണ് ശ്രീധുവിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ഗെയിം ആകുമ്പോൾ അതിൻ്റെ നിൽക്കണം. ശ്രീധു മനസ്സിലാക്കേണ്ട കാര്യം അത് ഡ്രാമ അല്ലെങ്കിൽ കോംബോ എന്ന് പറയുമ്പോൾ അവരെല്ലാവരും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗെയിമാണ്. ശ്രീധുവിനെ തകർക്കണം. ഇപ്പോൾ ഈ കോംബോ ഡ്രാമ എന്ന് പറയുമ്പം ശ്രീധു തളർന്നു. അതുകൊണ്ട് തന്നെയാണ് ശ്രീധു കരഞ്ഞ് ഞാൻ കുറേ സമയം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ നിങ്ങൾ പോകും എന്ന് പറയുന്നത്. ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശ്രീധുവിനെ തകർക്കാൻ നോക്കി. യാതൊരു തരത്തിലുള്ളൊരു മുന്നേറ്റം ഇല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവരൊരു കോംബോ മുന്നോട്ട് പോകുമ്പോൾ ആ കോംബോയിലൂടെ അവർ നല്ല കോംബോയാണ്. കാര്യം ഒരു ഹൗസിൻ്റെ അകത്ത് ഒരു ലവ് അല്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കാണുന്ന പ്രേക്ഷകർ അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം അങ്ങനത്തെ ഒരു ചെറിയൊരു ലവ് പ്രണയത്തിൻ്റെ തുടക്കം പോലെയാണ്. ആ ഒരു ലവോ അല്ലെങ്കിൽ ഒരു കോംബോയോ നല്ല രീതിയിൽ വർക്കായി നല്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പം അത് നമ്മൾ എന്താ പറയുക നല്ല കോംബോയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇത്രയോ കോംബോകൾ വരെ ശ്രമിച്ചിട്ടുണ്ട്. ആ കോംബോകളൊന്നും ഇന്നേ വരെ സക്സസ് ആയിട്ടില്ല. സക്സസ് ആയ കോംബോകളിൽ വിരലിലുണ്ടാവുന്നത് മാത്രമാണ്. സക്സസ് ആയി കല്യാണം കഴിച്ച കോംബോകൾ യാതൊരു വിരലിലെണ്ണാവുന്നല്ല. ബിഗ് ബോസ് സീസൺ 6 ആയിട്ട് സക്സസ് ആയി കല്യാണം കഴിച്ച് ഇപ്പോഴും സ്റ്റിൽ നല്ല രീതിയിൽ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര വൈബായിട്ട് പോകുന്ന ഒരു വ്യക്തി വേറെ ആരുമല്ല, പേളയും മാണി ചേച്ചി തന്നെയാണ്. കാര്യം പേളി ശ്രീനിഷിൻ്റെ കോംബോ എല്ലാവർക്കും അറിയാം. ശ്രീധു ഇതേപോലെ ശ്രീധുവിൻ്റെയും അതുപോലെ തന്നെ അർജുൻ്റെയും കോംബോ പോലെ തന്നെയായിരുന്നു. അപ്പോഴെല്ലാവരും വിമർശിച്ച് ഇതൊക്കെ ചുമ്മയാണ്, ഇത് അവർ കിട്ടിയൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് കണ്ടറിയാല്ല, ഇത് അവർ പുറത്തിറങ്ങുമ്പോൾ എല്ലാം മറക്കും. അപ്പോൾ ലാലേട്ടൻ ഒരു ചോദ്യം ചോദിച്ച്, ശ്രീനിഷ് എന്താണ് നിനക്ക് ഏറ്റവും സന്തോഷം തരുന്നത്? അപ്പം ശ്രീനിഷ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പേളിയുടേതായിട്ടുള്ള കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ലാലേട്ടൻ ചിരിക്കുന്നുണ്ട്. അപ്പം പറഞ്ഞ് അവർ തന്നെ പരസ്പരം പറയുന്നുണ്ട്, വീട്ടിൽ പറഞ്ഞു ലാലേട്ടൻ, നമ്മൾ രണ്ടുപേരും വീട്ടിൽ പറഞ്ഞു, നമുക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. പിന്നെ പുറത്തിറങ്ങുന്നു, അവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു, ഹാപ്പി ലൈഫായിട്ട് പോകുന്നു. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ കോംബോ ഇഷ്ടമില്ല എന്ന് വെച്ചാൽ കോംബോ നടക്കില്ല എന്ന് പറഞ്ഞവരെ എല്ലാ അക്ഷരാർത്ഥത്തിൽ അത് കോംബോ നടക്കും, കോംബോ വർക്കാവും, കോംബോ ഞങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ആ കോംബോ വിജയകരമായി അകത്ത് മാത്രമല്ല പുറത്തും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ലവ് ട്രാക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി നല്ലൊരു ജീവിതം കാണിച്ചത് വേറെ ആരുമല്ല, പേളയും അവർ രണ്ടുപേരും തന്നെ, ശ്രീനിഷ് തന്നെയാണ്. ഇനി ഇവരുടെ ജീവിതം എന്താകുമെന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ അറിയാം. കാര്യം എന്തായാലും ഈ ആഴ്ച ഒരാൾ പോകുമെന്ന് ചോദിച്ചാൽ ഈ ആഴ്ച പോകില്ല, ശ്രീധു പോകില്ല, അതുപോലെ തന്നെ അർജുൻ യാതൊരു തരത്തിലും പോകില്ല. കാര്യം അർജുൻ എലിമിനേഷൻ ഇല്ല. പക്ഷേ അർജുൻ ഏറ്റവും ഇത് ഡയറക്റ്റ് ടിക്കറ്റ് ഫിനാലിലേക്ക് അർജുനും പോവുകയില്ല. അങ്ങനത്തെ ഡേഞ്ചർ സോണിലാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. നമുക്ക് കണ്ടു തന്നെ അറിയാം ഇവർ രണ്ടുപേരുടെ കോംബോ ഒന്നിക്കുമോ ഇല്ലയോ, അതോ ഇവർ രണ്ടുപേരുടെ കോംബോ ഇതിൽ നിന്ന് ഇറങ്ങുമ്പം അതോടെ അങ്ങ് പോകുമോ ഇല്ലയോ. നമ്മളൊരു സീരിയൽ കാണുമ്പം ഈ നായകനും നായികയും ഒന്നിക്കണമെന്ന് പറയും. പക്ഷേ അവർ രണ്ടുപേരും പരസ്പരം ഒന്നിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത സീരിയൽ കിട്ടുമ്പോൾ അവർ അടുത്ത നായികയെ പോകും. അങ്ങനെ നായകന് മാറി പോകും. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസും 100 ദിവസം കഴിയുമ്പോൾ ഇത് മാറും. അവരുടെ ജീവിതങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോംബോ ഇവർ പ്രണയിക്കണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കിടന്ന് ഇത്രത്തോളം തള്ളലുണ്ടാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ നല്ലത്. കാര്യം കൊച്ചു പിള്ളേരൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചു പിള്ളേർക്ക്, ഒരുപാട് കൊച്ചു പിള്ളേർക്കൊക്കെയാണ് ഫോണൊക്കെ കിട്ടുന്നത്. അതൊക്കെയാണ് അതിശയം തന്നെയാണ്. എന്തായാലും ശ്രീധുവിന് ഇഷ്ടപ്പെടുന്നെങ്കിൽ വോട്ട് ചെയ്യുക.
സോ ലാസ്റ്റ് പെർസെൻറ്റേജ് ലാസ്റ്റ് വേറെ ആരുമില്ല 2,22,123 വോട്ടാണ് നന്ദന ഈ ആഴ്ച വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നു. 10 മണിക്കൂറുണ്ട്. 10 മണിക്കൂറുള്ളിൽ നന്ദനയ്ക്ക് എത്രത്തോളം വോട്ട് മറിഞ്ഞാൽ പോലും നന്ദന ഇനി ഒരു മുന്നേറ്റമോ ഒരു കാര്യങ്ങളോ ചെയ്യില്ല. ഇപ്പോൾ 7ാം സ്ഥാനത്തേക്ക് നന്ദന 10 മണിക്കൂറിൽ വോട്ട് മറിഞ്ഞാൽ പോലും 6 ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും നന്ദന പുറത്താണ്. കാര്യം 7, 6, 5 ഇവർ 3 പേരും ഇന്ന് പുറത്താകും. ഈ ഒരു ആഴ്ച 3 പേര് പോകുന്നത് യാതൊരു മാറ്റമില്ല. നന്ദന ഒരു വൈൽഡ് കാർഡ് എൻട്രി വഴിയാണ് വന്നത്. നന്ദനയുടെ കണ്ടൻറ്റോ കാര്യങ്ങളോ പുറത്തു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന സ്റ്റെപ്പിൽ ഒരു വലിയൊരു ബഹളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പിന്നീട് ഒരു ബഹളങ്ങളോ കാര്യങ്ങളോ ഉണ്ടാക്കാൻ കഴിയാത്ത വിധത്തിലായപ്പോഴാണ് ഈ കോംബോ ഡ്രാമയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് ആ കോംബോയും പൊളിക്കാനൊക്കെ നോക്കിയത്. പക്ഷെ നന്ദന ചെയ്യുന്നത് ശരിയാണെന്ന് വെച്ചാൽ നന്ദന ചെയ്യുന്നത് യാതൊരു ശരിയില്ല. നന്ദന സിജോ സായി ആയിട്ട് ഇരുന്നിട്ട് ഒരു അനിയത്തി കുട്ടി കളിക്കുകയാണ്. അത് പുറത്തൊരു വീഡിയോ ഒക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ആരും വീഡിയോ ചെയ്യുന്നില്ല. നന്ദന തന്നെ പുറത്തിറങ്ങി വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ നന്ദനയ്ക്ക് എല്ലായിടത്തും നന്ദന ശബ്ദം ഉയർത്തും. നന്ദന അങ്ങനെയാണ്, നന്ദന ഒരു സ്ട്രോങ് ലീഡർ, നന്ദന ഭയങ്കര കലിപ്പാണ്, നന്ദനടുത്ത് ആരും ഉടക്കാൻ വരില്ല. നന്ദന തന്നെ പറയണം, നന്ദനയാണ് ഞാൻ, നന്ദനടുത്ത് ഉടക്കാൻ വരില്ല. എല്ലായിടത്തും കളിക്കുമ്പോൾ നന്ദനടുത്ത് വരില്ല, എല്ലാവരും കളിക്കുമ്പോൾ നന്ദനടുത്ത് വരും. നന്ദനടുത്ത് എന്താണ് പറയണമെന്ന് വെച്ചാൽ നന്ദനയ്ക്ക് തന്നെ അറിഞ്ഞിട്ട്. അതാണ് സത്യം പറഞ്ഞ ഒരു പോയിന്റ്. ഇപ്പം ഈ ആഴ്ച നന്ദന പോയാലും നന്ദനയ്ക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരാം. കാര്യം ഈ 100ാം ദിവസമാകുമ്പോൾ വീട്ടുകാർ ഒന്നിക്കുന്ന ദിവസമുണ്ട്. അപ്പോൾ നന്ദന പോയിട്ട് പെട്ടെന്ന് തന്നെ നന്ദനെ മിക്കവാറും വീട്ടിൽ വിടില്ല. കാര്യം അപ്പം തന്നെ തിരിച്ച് വരാം. പിന്നെ നന്ദന അടുത്ത് ഇറക്കുമ്പോഴത്തേക്കും 100ാം ദിവസവും. അങ്ങനെ നന്ദനയ്ക്ക് എനിക്ക് 3 ദിവസം തന്നെ ഒരു കണ്ടസ്റ്റന്റ് മിക്കവാറും 3 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ നന്ദനയ്ക്ക് ഒരു ഭാഗ്യം കിട്ടട്ടെ. കാര്യം നന്ദന പുറത്തിറങ്ങാൻ നിൽക്കുള്ള ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട് നന്ദനയ്ക്ക്. ഈ ആഴ്ച തന്നെ പോകും. ഒന്നുകിൽ ശനി ഇല്ലെങ്കിൽ ഞായർ. മിക്കവാറും ശനിയാഴ്ച നന്ദനെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ചിലപ്പോൾ വേറെ ഒരാളെ വിടും. ഞായറാഴ്ച എന്തായാലും നന്ദനെ ഇടും. പക്ഷേ കഴിഞ്ഞ ആഴ്ചത്തത് അങ്ങനെ തന്നെയായിരുന്നു. കാര്യം അപ്സരയായിരുന്നു 7ാം സ്ഥാനത്തുണ്ടായിരുന്നു. അപ്സരയെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് അപ്സരയായിരുന്നു ഏറ്റവും താഴത്തേൻ്റെ മേളിൽ നിന്ന്. അപ്സരയെ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ആദ്യം വേറെ ഒരാളാണ് വിട്ടത്, അൻസിബയാണ് വിട്ടത്. അൻസിബയെ വിട്ട് കഴിഞ്ഞിട്ടാണ് അപ്സരയെ വിട്ടത്. പക്ഷേ വോട്ടിങ്ങിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ അപ്സരയും കാട്ടിയും മേളിലായിരുന്നു അൻസിബ. പക്ഷേ ഒരു ദിവസത്തിൻ്റെ വ്യതിയാനത്തിലാണ് ഇവർ 2 പേരെ പറഞ്ഞു വിട്ടത്. അപ്പം നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം ഇവർ 2 പേരിൽ ആര് പോകുന്നു. കൂടാതെ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്ത് നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടാതെ തന്നെ ഇനി ഒരു വോട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു വോട്ടും കൂടെ ഞാൻ ഇടും. കാര്യം ഇനി ഫൈനൽ വോട്ടിംഗ് എൻഡാണ്. ഇനി യാതൊരു തരത്തിലുള്ള വോട്ടിംഗ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദിവസങ്ങളല്ല, ഇനി മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനി അവസാനം എൻഡിങ് ആകുമ്പോൾ ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കറക്റ്റ് വീഡിയോ ആരൊക്കെ പോകും ആരൊക്കെ നിൽക്കും എന്നുള്ളത്. സോ ഗൈസ്, ഫൈനലി ദ വീഡിയോസ് എൻഡ്. പിന്നെ ഞാൻ പറയാൻ പോലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആർക്കാണ് വോട്ടിട്ടത് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾ ആർക്കൊക്കെയാണ് വോട്ടിട്ടത്, ആർക്കാണ് ഫാൻസ് ഉള്ളത്. നന്ദനയ്ക്ക് 10 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കുകയാണെങ്കിൽ നന്ദന കയറി വരട്ടെ. ഞാൻ എന്തായാലും 10 മണിക്കൂറിന് ശേഷം അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ നന്ദന കയറി വരുമെങ്കിൽ കയറി വരട്ടെ. എന്തെങ്കിലും മിറാക്കൾ സംഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് നോക്കാം. കാര്യം നമ്മൾ എന്തൊക്കെ മിറാക്കൾ സംഭവിച്ചാലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഒരു ഗെയിം കളിക്കാൻ പോകുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ 100-101% ഒരു എഫേർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മനസ്സിലാക്കും ജനങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴും നമുക്ക് പേടിയാവുന്നത്. ഫോർ എക്സാമ്പിൾ അർജുന് തന്നെ അറിയാം. അർജുന് ശ്രീധു ഒരു കോംബോ മാത്രമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അർജുന് യാതൊരു ഗെയിമോ കാര്യങ്ങളൊന്നും ചെയ്യുന്നുമില്ല. അർജുനൊരു പേടി. അതുകൊണ്ട് എനിക്ക് അതൊരു ഗെയിമല്ല, അതൊരു മൈൻഡ് ഗെയിമാണ് അർജുൻ അവിടെ കളിക്കാൻ ശ്രമിച്ചത്. എനിക്ക് ടിക്കറ്റ് ഫിൽ ആയതിന് എനിക്ക് പേടിയാണ്. ആ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു ഗെയിമായിപ്പോയി. ഞാൻ ചിന്തിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തരും, എനിക്ക് പേടി, എനിക്ക് ടിക്കറ്റ് ഫിനാലിലേക്ക് വേണം എന്ന് പറഞ്ഞ് പേടിക്കുന്നവർ ചോദിക്കുന്നു. പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഋഷി പറയണം നിനക്ക് അവതാരം തരാൻ പറ്റുമോ? അപ്പം പറയും ഇന്ന വേണ്ട നീ തന്നെ എടുത്തോ എന്ന് പറയണം. അപ്പോൾ ആരാ അവതാരത്തിലെടുത്തത്? ശരി, അതൊരു മൈൻഡ് ഗെയിമുണ്ട്. അത് അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പൊട്ടിത്തെറിച്ചോ കൂവി വിളിച്ചോ ബഹളം ഉണ്ടാക്കിയോ മറ്റേടെ നെഞ്ചത്ത് കയറിയോ ഇടിച്ചോ അല്ല നമ്മൾ ഇതിനകത്ത് ഗെയിം കളിക്കേണ്ട. പല ഗെയിമുകളും നമ്മൾ മൈൻഡിലാണ് ഗെയിം കളിക്കേണ്ടത്. കാര്യം ഫോർ എക്സാമ്പിൾ മാക്സിൻ്റെ കണക്കൊക്കെ ആയാലും നമ്മൾ പുറത്ത് പറയാത്ത രീതിയിൽ മൈൻഡ് ഗെയിം കളിച്ചിട്ട് അകത്ത് ചിരിക്കണം, പുറത്ത് ശരി അപ്പം കണ്ടതിൽ സന്തോഷം. അങ്ങനെയാണ് കളിക്കേണ്ടത്. കൂടുതൽ പേര് ഇതിൻ്റെ അകത്ത് വന്ന് കീറി വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാം, അല്ലെങ്കിൽ കീറി വിളിക്കുമ്പോൾ പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ഗൈസ്, നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടത് കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സോ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെല്ലാവരും ഇനി 10 മണിക്കൂറിൽ മാത്രം ബാക്കി നിൽക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വോട്ടിട്ട് മുന്നോട്ട് കൊണ്ടുവരിക, ഇല്ലെങ്കിൽ പറഞ്ഞുവിടാൻ വീട്ടിൽ. സോ ഗൈസ്, വൈൻഡിങ് ഓഫ് AR ആകാശ്. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച എല്ലാ ആഴ്ച എടുത്ത് നോക്കി മനസ്സിലാവും.
ഞാൻ പറയുന്ന ആളെ പുറത്ത് പോവുള്ളൂ. ഞാൻ പറയുന്ന ആളെ അവർ പറഞ്ഞു വിടുകയുള്ളൂ. ഞാൻ പറയുന്ന ആളെ അവരുടെ അകത്ത് നിൽക്കുകയുള്ളൂ. കാരണം അത് എൻ്റെ ഫ്രണ്ടിൻ്റെ പേരാണ് ചൊക്കലിംഗം. അവന് ചേർന്ന് വോട്ടിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളെല്ലാവരും മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം ഞാൻ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടുന്നുണ്ട്, ചേട്ടൻ പറഞ്ഞത് ശരിയായിരുന്നു. ഒരുപാട് കിഴങ്ങ് കണക്കുള്ള ചാനൽ യൂട്യൂബിന് എന്ന് വെച്ചാൽ ബിഗ് ബോസിനെ കാട്ടി കിഴങ്ങ് കണക്കിന് ബിഗ് ബോസ് കിഴങ്ങെന്നല്ല, ബിഗ് ബോസിനെ കാട്ടി തൻ്റെ യൂട്യൂബ് ചാനലാണ് ബിഗ് ബോസ് 24/7 തേങ്ങ കാണിക്കും മറ്റേത് കാണിക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അതിൻ്റെ അകത്ത് ആരും തുമ്മിയെ പോലും അപ്പം വീഡിയോ ഇടുന്ന കിഴങ്ങന്മാർ പോലും പറഞ്ഞത് തെറ്റിച്ചിട്ട് കൊണ്ടാണ് ആ എ ആർ ആകാശിൻ്റെ പടയോട്ടം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എ ആർ ആകാശം മുന്നോട്ട് ഇനിയും മുന്നോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, എ ആർ ആകാശിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. എ ആർ ആകാശിനെ മുന്നോട്ട് കൊണ്ടുവരിക. നമുക്ക് ബിഗ് ബോസ് പോയെങ്കിലും നമുക്ക് ഇനിയും കാണാം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് പല പല വീഡിയോസൊക്കെ ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ കമൻറ്റ് ഇട്ടാലും നമുക്ക് അങ്ങനത്തെ വെറൈറ്റി കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരേണ്ടത്, നമുക്ക് ആ ഗ്രാമത്തിലേക്ക് കയറുന്ന കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സോ ഗേസ്, എന്തായാലും ഞാൻ ഇനി അടുത്തൊരു 8 മണി അല്ലെങ്കിൽ 9 മണിയാകുമ്പോൾ ഫൈനൽ വോട്ടിങ്ങിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഒരു 9 മണിക്ക് വരും. 9 മണിക്ക് വന്നു കഴിഞ്ഞാൽ 10, 11, 2 മണിക്കൂറുള്ളിൽ എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ ആർക്കെങ്കിലുമൊക്കെ വോട്ടിംഗ് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വോട്ടിംഗ് വൈൻഡപ്പിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ എൻ്റെ ഒരു പടം ഞാൻ കാണിച്ചു തരാം. ടങ്ക. സോ ഗേസ്, ഇതാണ് എ ആർ ആകാശ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിതൊന്നും കാണുപോലും ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളെല്ലാം കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് മെഴുക. നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് സ്വന്തം, നിങ്ങൾക്ക് എന്ത് പറയാം കാര്യം. കൂടാതെ കൊച്ചു പിള്ളേരൊക്കെയാണുള്ളത്, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. കൂടാതെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ഗിഫ്റ്റ് തരും. ഈ വീഡിയോ അവസാനം അവർ ആരെങ്കിലും കാണുന്നുണ്ടോ വേണ്ടിയാണ്, കാണുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ്. ഇന്നൊരു ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അത് കറക്റ്റായിട്ടുള്ള കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പിൻ ചെയ്ത് അവർക്കൊരു ഗിഫ്റ്റ് ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഇതൊന്നും ആരും കാണുമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് പറയും. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത പറയുക. ആരെങ്കിലുമൊക്കെ പറയുമോ ഇല്ലെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഗേസ്, എ ആർ ആകാശ്, വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. സോ വൈൻഡിങ് അപ്പ്. നമുക്കപ്പോൾ ഒരു 7 മണി 8 മണിയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ശുഭദിനം. സോ വൈൻഡിങ് അപ്പ്. എ ആർ ആകാശ്.